പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞേ. സന്തോഷമാണോ? ഹല്ലേലൂയ. God is good all the time. ഹല്ലേലൂയ. ഇത്തിരി ഊർജം കുറവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് വീണ്ടും അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഞാൻ ഇന്നലെ നമ്മൾ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ആമുഖം പറഞ്ഞു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ ആദിമശക്തി പ്രാപിക്കുന്നതിന് ചില അടിസ്ഥാനങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന ജനതയുടെ ജീവിതമാണ് പുതിയ നിയമ ജനതയുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന മാതൃകയും പാഠവും. അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതിന് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ജനതയെ സൂക്ഷ്മമായി പഠിക്കേണ്ടത് നമ്മുടെ ഈ കാനാൻ ദേശത്തേക്കുള്ള, ആത്മീയ കാനാനിലേക്കുള്ള, സ്വർഗീയ കാനാനിലേക്കുള്ള യാത്രയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ജനതയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങളിലൂടെ നമ്മുടെ ധ്യാനത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുകയായിരുന്നു. ഒരു കാര്യം ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പങ്കുവച്ചത്, നമ്മളങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം മറ്റ് ജനതകളിൽ നിന്ന് പൂരിപ്പിക്കുക, വേറിട്ട ഒരു ജനതയാവണം എന്നാണ്. വേറിട്ട ഒരു ജനതയാവണം. പഴയ നിയമത്തിലെ പോലെയല്ല. പഴയ നിയമത്തിൽ ദൈവം എല്ലാ അർത്ഥത്തിലും ഈ ജനതയെ ഒരു വേറിട്ട ജനതയാക്കാൻ ചെയ്ത അധ്വാനങ്ങളുടെ ആകത്തുകയാണ് പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തന ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം. എല്ലാ അർത്ഥത്തിലും അവർ വേറിട്ടവരാവണം. ഭക്ഷണക്രമത്തിൽ, അതുകൊണ്ടാണ് അവർക്ക് കൊഷേർ ഫുഡ് എന്ന് പറയുന്ന ഈ യഹൂദൻ്റെ ഭക്ഷണം. ഇന്നും അവർ അങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിന് അനുവദനീയമായ ഭക്ഷണക്രമം, കഴിച്ചുകൂടാത്ത കാര്യങ്ങൾ, ശുദ്ധമായ ജീവികൾ, അശുദ്ധമായ ജീവികൾ, ഇങ്ങനെ ഭക്ഷണക്രമം, വസ്ത്രധാരണം, അതുപോലെ തന്നെ ജീവിത നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ അയാൾ അനുവർത്തിക്കേണ്ട വ്യക്തിപരവും സാമൂഹികവും ധാർമ്മികവും ആത്മീയവും ആചാരപരവുമായ നിയമങ്ങളെല്ലാം നൽകിക്കൊണ്ട് ദൈവം ആ ജനതയോട് പറയാൻ ശ്രമിച്ചത്, നിങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായ ഒരു ജനതയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ ആത്മീയ പാഠം ഉൾക്കൊള്ളേണ്ടവരാണ്. നാം മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകേണ്ടത് ഭക്ഷണക്രമത്തിലല്ല, വസ്ത്രധാരണത്തിലല്ല, മറ്റ് സാംസ്കാരികമായ വിധങ്ങളിലൊന്നുമല്ല. മറിച്ച് നാം വ്യത്യസ്തരാകേണ്ടത് നമ്മുടെ ധാർമ്മിക നിലപാടുകളിലാണ്. നമ്മുടെ ധാർമ്മിക നിലപാടുകൾ, അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറയാൻ ശ്രമിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ കാഴ്ചപ്പാട്, ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ലോകത്തിന് നേരെ ഘടകവിരുദ്ധമായ ഒരു മൂല്യക്രമമാണ് യേശു അവതരിപ്പിച്ചത്. എന്നുകൂടെ ഞാൻ പറയാം. ലോകക്രമത്തിന് തികച്ചും ഘടകവിരുദ്ധമായ, ഡയമെട്രിക്കലി ഒപ്പോസിഡായ ഒരു ജീവിതക്രമമാണ്, മൂല്യക്രമമാണ്, വാല്യൂ സിസ്റ്റമാണ് യേശു അവതരിപ്പിച്ചത്. ഉദാഹരണത്തിന് യേശു പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം ഇങ്ങനെ പറയുന്നു,
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ലോകം പറഞ്ഞതിൽ നിന്ന് തികച്ചും നേരെ വിപരീതമായ, എതിർ ധ്രുവത്തിൽ നിൽക്കുന്ന, ഓപ്പോസിറ്റ് പോളിൽ നിൽക്കുന്ന ഒരു ധാർമ്മിക നിയമക്രമമാണ് യേശു അവതരിപ്പിച്ചത്. പുതിയ നിയമ ജനതയെ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മറ്റ് സാമൂഹികമായ വ്യത്യാസപ്പെടുത്തലിൻ്റെ അടയാളങ്ങളൊന്നും തന്നെയല്ല, മറിച്ച് നമ്മുടെ വാല്യൂ സിസ്റ്റം അത് വേറെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വാല്യൂ സിസ്റ്റം വേറെയാണ്. ഒരിക്കൽ ഈ മലേഷ്യയിലുള്ള ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മനുഷ്യൻ, ഒരു ഇസ്ലാമിക് അപ്പോളജിസ്റ്റ് അയാൾ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നതിന് പകരം അദ്ദേഹം ക്രിസ്തീയതയെ വിമർശിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ 3/4 പങ്കും സമയവും ഉപയോഗിച്ചത്. അദ്ദേഹം പറയാൻ ശ്രമിച്ചതൊരാശയമാണ്, യേശു പ്രസംഗിച്ച മൂല്യങ്ങൾ ജീവിക്കാൻ പറ്റാത്തവയാണ്. ജീവിക്കാൻ പറ്റാത്ത നിയമങ്ങളാണ് യേശു പ്രസംഗിച്ചത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. വിരലിൽ എണ്ണാവുന്ന അത്ര ക്രിസ്ത്യാനികൾ മാത്രമേ ആ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ഈ സെമിനാർ നടക്കുന്ന ഹാളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ അവരുടെ അധ്യാപകനായിരുന്നു. വളരെ നേരം താൻ പൂജ്യമെന്നും പാവനമെന്നും പവിത്രമെന്നും കരുതുന്ന മതബോധത്തെ ഒരാൾ പുച്ഛിച്ച് തള്ളുമ്പോൾ അത് കേട്ടു നിൽക്കാൻ കഴിയാതെ ഈ അധ്യാപകൻ, ഈ ഫാക്കൽറ്റി മെമ്പർ കൈ ഉയർത്തി. എന്നിട്ട് അദ്ദേഹം ഉച്ചസ്വരത്തിൽ ഈ പ്രഭാഷകനോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറയാനാണ് വന്നത്, നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറയൂ. ഞങ്ങൾ പൂജ്യമെന്ന് കരുതുന്ന ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിക്കാൻ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത്? ഈ പ്രതികരണം കേട്ട ഉടനെ ഈ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ക്രിസ്തു പ്രസംഗിച്ച മൂല്യങ്ങൾ, മൂല്യക്രമം ജീവിക്കാൻ പറ്റാത്തവയാണ്. അപ്പോൾ ഈ അധ്യാപകൻ തർക്കിച്ചു, ഞാൻ പറയുന്നു ക്രിസ്തു പ്രസംഗിച്ച മൂല്യങ്ങൾ ജീവിക്കാൻ പറ്റുന്നവയാണ്. പ്രഭാഷകൻ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു. ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാരുടെ നടുവിലൂടെ അദ്ദേഹം വേദിയിലേക്ക് നടന്നു കയറി. അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു പ്രസംഗിച്ച ആശയങ്ങൾ ജീവിക്കാൻ പറ്റുന്നതാണ്. അതേയൊന്ന് ചോദിച്ചുകൊണ്ട് ഈ പ്രഭാഷകൻ ആ ക്രിസ്ത്യാനി അധ്യാപകൻ്റെ മുഖത്തേക്ക് തൻ്റെ കൈ ഉയർത്തി വീശി അടിച്ചു. ഒറ്റ അടി അടിച്ച് ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായി അടി കിട്ടിയതിൻ്റെ ആഘാതത്തിൽ പരിഭ്രമിച്ച് നിൽക്കുന്ന, ഫ്രീസായി തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ മനുഷ്യനെ പെട്ടെന്ന് മറ്റൊന്നും പ്രതികരിക്കാൻ അനുവദിക്കാതെ പ്രഭാഷകൻ പറഞ്ഞു, നൗ ഷോ മീ ദി അതർ, നിന്റെ മറ്റേ കവിള് കാണിച്ചു തരിക. അധ്യാപകന് കാര്യം മനസ്സിലായി. ക്രിസ്തു പ്രസംഗിച്ചത് ജീവിക്കാൻ കൊള്ളില്ലെന്നാണ്, ജീവിക്കാൻ പറ്റില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് തെളിയിക്കാൻ അദ്ദേഹം കരണക്കുറ്റിക്ക് ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞു, മറ്റേ കരണം കാണിക്കാൻ പറഞ്ഞു. സങ്കോചമോ ജാള്യതയോ പരിഭ്രമമോ മറച്ചു വെക്കാൻ ശ്രമിച്ച് ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ മറ്റേ ചെകിട് കാണിച്ചു കൊടുത്തു. പ്രഭാഷകൻ അടിച്ചില്ല. അടിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കണം. നിന്റെ ഉടുപ്പൂരാൻ പറഞ്ഞു. ആദ്യം ഒരല്പം പരിഭ്രമിച്ചെങ്കിലും പിന്നീട് സങ്കോചം കൂടാതെ അധ്യാപകൻ ഉടുപ്പ് ഊരി. ഷർട്ട് ഊരിയിട്ട് സ്റ്റേജിൽ നിൽക്കുന്ന അധ്യാപകനോട് ഈ പ്രഭാഷകൻ പറഞ്ഞു, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണമെന്നാണ്. താങ്കൾക്ക് മേലങ്കി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പാൻറ് ഊരുക.
തൊട്ടടുത്ത നിമിഷം ഇനി തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന് സംഭവിക്കാൻ പോകുന്ന മാനാഭിമാനത്തിന് ഏൽക്കാൻ പോകുന്ന ക്ഷതത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്ന കുട്ടികൾ തലകുനിച്ചിരിക്കുമ്പോൾ മൈക്കിലൂടെ ഈ അധ്യാപകൻ കുട്ടികളോടായി പറഞ്ഞു, "Forgive me for doing this." ഇനി ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതിൻ്റെ പേരിൽ എന്നോട് മാപ്പാക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാൻറ്റൂരി ഈ പ്രഭാഷകൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അദ്ദേഹം അടിവസ്ത്രം മാത്രം ധരിച്ച് വേദിയിൽ നിൽക്കുകയാണ്. പ്രഭാഷകൻ പിന്നീട് മറ്റൊന്നും പറഞ്ഞില്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ വേദനിപ്പിക്കുന്ന ആ സാന്നിധ്യത്തിൻ്റെ നടുവിലൂടെ ഈ അധ്യാപകൻ തൻ്റെ ഷർട്ടും പാൻറ്റുമായി ഈ വേദിയുടെ മധ്യത്തിലൂടെ നടന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. സെമിനാർ കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും അപമാനിക്കപ്പെട്ടു താനെന്ന് മനസ്സിലായി മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി കതകടച്ച് ആരെയും കാണാൻ താല്പര്യമില്ലാതെ അകത്തടച്ചു പൂട്ടിയിരിക്കുമ്പോൾ നൂറുകണക്കിന് ഇസ്ലാമിക് വിദ്യാർത്ഥികൾ, ഇസ്ലാം മതവിശ്വാസികളായ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് കൊട്ടിക്കൊണ്ടേയിരുന്നു. അവർ അദ്ദേഹത്തോട്, "സാർ, വാതിൽ തുറക്കൂ, 1 മിനിറ്റ് പ്ലീസ്" എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കൊട്ടിയപ്പോൾ അപമാനഭാരം കൊണ്ട് വീർത്ത് കെട്ടിയ മുഖവും കണ്ണീർ ഉറഞ്ഞു കിടക്കുന്ന കവിൾത്തടവും അപമാനം നിറഞ്ഞ ഒരു മുഖവുമായി ഇദ്ദേഹം വാതിൽ തുറന്ന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ഇസ്ലാമിക് വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് പറഞ്ഞു, "സാർ, സ്റ്റേജിൽ സംഭവിച്ചതിന്, സെമിനാർ ഹാളിൽ സംഭവിച്ചതിന് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു." രണ്ടാമതായി അവർ അദ്ദേഹത്തോട് പറഞ്ഞു, "ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മാപ്പാണെങ്കിൽ രണ്ടാമതായി അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദിയാണ്. നന്ദിയുണ്ട് സാർ, ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ച് തന്നതിന് നന്ദിയുണ്ട്. ആദ്യം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, രണ്ടാമത്തേത് അങ്ങയോട് ഞങ്ങൾക്ക് നന്ദി പറയണം ഫോർ ഷോയിങ് ദാറ്റ് ദ പ്രിൻസിപ്പിൾസ് ടോട്ട് ബൈ യുവർ ലോർഡ്, യുവർ ടീച്ചർ ഈസ് ലിവബിൾ." ജീവിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈശോ പറഞ്ഞത് നിങ്ങളുടെ ആരാധന കണ്ട് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നല്ല. നിങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളാകും എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമെന്നല്ല. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്, നിങ്ങളുടെ വേറിട്ട നിലപാടുകൾ കണ്ട്, നിങ്ങളുടെ വ്യത്യസ്തമായ വാല്യൂ സിസ്റ്റം കണ്ട് ലോകം ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതി നിങ്ങൾ പുലർത്തുന്നത് കാണുമ്പോൾ ഈ ജനതയ്ക്ക് മനസ്സിലാവും നിങ്ങൾ വേറിട്ട ഒരു ജനതയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ദൈവം ഇസ്രായേൽ എന്ന ജനതയോട് ആദ്യം പറയുന്നത്, നിങ്ങൾ മറ്റ് ജനതകളുമായി ഇടകലരരുത്. പുതിയ നിയമസഭയിൽ ഇത് സാംസ്കാരികമായ ഇടകലരലോ അല്ലെങ്കിൽ സാമൂഹികമായ ഇടകലരലോ അസാധ്യമാക്കുന്ന ഒരു പ്രസ്താവനയല്ല. അത് ചെയ്യരുതെന്നല്ല പറയുന്നത്. സമൂഹത്തിൽ മറ്റു മതസ്ഥരോട് ഇടപഴകരുത് എന്നല്ല പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥം. നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരണം. ദൈവത്തിന് ബലിയാലുമായി എന്ത് ബന്ധമാണുള്ളത്? ദൈവവും സാത്താനും തമ്മിൽ എന്ത് പൊരുത്തമുണ്ട്? നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്നാണ് പുതിയ നിയമം പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ വേറിട്ടൊരു ജനതയാവണം. ഏത് കാര്യത്തിൽ? വാല്യൂ സിസ്റ്റത്തിൽ, ധാർമ്മികതയിൽ. ക്രിസ്തു പഠിപ്പിച്ച ജീവിതക്രമം നമ്മുടെ ജീവിതക്രമമാകുമ്പോഴാണ് ഇത് നമ്മളിൽ പൂർത്തിയാവുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കണ്ടെത്തുന്ന ഒന്നാമത്തെ അപകടം, ഒന്നാമത്തെ ച്യുതി, ദുരവസ്ഥ, ദുരന്തം, നമ്മൾ എല്ലാ അർത്ഥത്തിലും, ഒട്ടുമിക്ക എല്ലാ അർത്ഥത്തിലും നമ്മൾ തികച്ചും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. നമുക്ക് വ്യത്യാസങ്ങൾ അവകാശപ്പെടാനില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ആദ്യത്തെ എൻ്റെ ഒന്നാമത്തെ കണ്ടൻഷൻ. ഇതാണ് ഒന്നാമത്തെ ആശയം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആശയം ഇതാണ്. ഞാനും നിങ്ങളും നമ്മൾ ഈ ദൈവഹിതത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട വിഷയം ഇതാണ്. നമ്മൾ തികച്ചും
വ്യത്യസ്തരായ വ്യക്തികളാകണമെന്നതായിരുന്നു ദൈവഹിതം. ഇതാണ് ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഇതാണ്, അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ദൈവം ഇസ്രായേൽ എന്ന ജനതയെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ 10 മഹാമാരികൾ പ്രവർത്തിച്ചത് ഈജിപ്തിലെ 10 ദേവന്മാർക്കെതിരെയുള്ള ശിക്ഷാവിധിയായിരുന്നു. ഇന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈജിപ്തിലെ ദേവന്മാർക്കെതിരെയുള്ള ശിക്ഷാവിധിയായിരുന്നു. ദൈവം തെളിയിക്കുകയാണ്, ഈജിപ്തിലെ ദേവന്മാർ നിസ്സഹായരാണ്, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെസഹ ആചരണം ഈജിപ്തിലെ ആരാധനാ സിസ്റ്റത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയും അവർ ഈജിപ്തിലെ ദേവന്മാരെ തള്ളിപ്പറയുന്നതിൻ്റെ പ്രഖ്യാപനവുമായിരുന്നു പെസഹ. പെസഹായ്ക്ക് കുഞ്ഞാടിനെ കൊന്ന് ആ ആടിൻ്റെ രക്തം കട്ടളപ്പടിയിൽ തളിക്കാൻ പറഞ്ഞത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തികളിൽ ഒന്നായിരുന്നു ആട്. ആ ആടിനെ കൊന്ന് നിങ്ങളുടെ പടിവാതിൽക്കൽ ആ രക്തം തളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദേവന്മാരെ തികച്ചും നിസ്സഹായരായി, തികച്ചും കഴിവില്ലാത്തവരായി കാണുന്നു. അവർ ഒന്നുമല്ല, ഈജിപ്തിലെ ദേവന്മാർ ഒന്നുമല്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നതിൻ്റെ ആ പ്രഘോഷണം, പ്രൊക്ലമേഷനായിരുന്നു ഈ ആടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചത്. മനസ്സിലായോ പറഞ്ഞു? അപ്പോൾ അതായത് അവർ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നതിനെ കൊന്ന് അതിൻ്റെ ബ്ലഡാണ് ഞങ്ങളിവിടെ പുരട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ വിലമതിക്കുന്നില്ല, ഞങ്ങൾക്കത് ദൈവമല്ല. പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം ഇത് ഇങ്ങനെയാണ് ദൈവം അവരെ, തങ്ങൾ ആ ജനതയിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് അവരുടെ കോൺഷ്യസ്നെസ്സിനകത്തേക്ക്, അവരുടെ അബോധങ്ങളുടെ അടരുകൾക്കടിയിലേക്ക്, ആഴങ്ങളിലേക്ക്, അബോധങ്ങളിലേക്ക് ദൈവം രജിസ്റ്റർ ചെയ്യുകയാണ്. ആവർത്തിച്ച് പല മാർഗങ്ങൾ ഉപയോഗിച്ച് യഹോവയായ ദൈവം ഈ ജനതയുടെ ബോധമണ്ഡലത്തിൽ ഒരു ബോധ്യം ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ജനതകളുമായി ഒരു തരത്തിലും സമാനതകൾ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ജനതയാണ്. അപ്പം അങ്ങനെ ദൈവം അവരെ രൂപപ്പെടുത്തിയിട്ട് ഈ ജനതയോട് ദൈവം പറയുകയാണ്, ഇനി നിങ്ങൾ ആരാണ്? ഇനി അവരുടെ ഐഡൻറ്റിറ്റി, നിങ്ങൾ അവരോട്, ആദ്യത്തേത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് അവരുമായി പൊരുത്തമില്ല. ഇനി രണ്ടാമത്തേത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, എങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി? നിങ്ങളും അവരും തമ്മിൽ ബന്ധമില്ല, എങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ്? ഇനി അടുത്ത ദൈവത്തിൻ്റെ ശ്രമം ഇവരുടെ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ഇവരാരാണെന്ന് ഇനി ദൈവം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അത് ദൈവം ചെയ്യുന്നത് സീനായി മലയുടെ അടിവാരത്തിൽ വെച്ചിട്ടാണ്. ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങി ദൈവം നേരെ അവരെ നയിക്കുന്നത് ചെങ്കടലിന് നേരെയാണ്. ഫിലിസ്തീനയുടെ ദേശത്തുകൂടി പോയാൽ ഇവർക്ക് എളുപ്പത്തിൽ മരുഭൂമിയിലേക്ക് പ്രവേശിക്കാമായിരുന്നു. എന്നാൽ ദൈവം അതിനവരെ അനുവദിച്ചില്ല. ഇവർ അടിമത്തത്തിൽ നിന്നും, കഷ്ടപ്പാടിൽ നിന്നും, പട്ടിണിയും പരിവട്ടവും പരാധീനതയും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും പുറത്തു വന്ന എല്ലും തോലുമായ ശോഷിച്ച ഈ ജനത യുദ്ധം ചെയ്യാൻ പേടിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയേക്കുമോ എന്നറിയാമായിരുന്ന ദൈവം യുദ്ധം ചെയ്യാനുള്ള സാധ്യതകൾ ഒഴിവാക്കി അവരെ കടലിന് നേരെ വിട്ടു. കടലിന് നേരെ വിട്ടത്, ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ദൈവം അവരെ കടലിന് നേരെ വിട്ടതും മരുഭൂമിയിലൂടെ വ്യത്യസ്തങ്ങളായ സഹനങ്ങളുടെ നടുവിലൂടെ അയക്കുന്നതുമെല്ലാം അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം, തങ്ങളുടെ ദൈവം ആരാണെന്ന് ഈ ജനത ഇനി തിരിച്ചറിയണം. തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി അവരറിയണം. ഇതാണ് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം. ഈ ജനത തിരിച്ചറിയണം തങ്ങളുടെ ദൈവത്തിൻ്റെ പവർ എന്താണ്, തങ്ങളുടെ ദൈവം ആരാണ്. അതിന് ദൈവം ആദ്യം ഉപയോഗിക്കുന്ന സങ്കേതമാണ് ചെങ്കടൽ. ചെങ്കടലിന് നേരെ അവരെ വിട്ടു. ഈ കടലിന് നേരെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി. അവരുടെ പിന്നിൽ മനസ്സ് മാറിയ ഫറവോ അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തി വീണ്ടും അടിമകളായി ഈജിപ്തിലേക്ക്, റാംസേസിലേക്കും പിത്തോമിലേക്കും നഗരനിർമ്മിതിക്കായി തിരികെ കൊണ്ടുവരാൻ ഫറവോ ഒരുമ്പെട്ട് സൈന്യത്തിൻ്റെ അകമ്പടിയോടെ വരുമ്പോൾ പിന്നിൽ ഫറവോയുടെ സൈന്യം, മുമ്പിൽ അലറിയാർക്കുന്ന സാഗരം, ഇരുവശത്തേക്കും നോക്കിയാൽ ഉയർന്നു നിൽക്കുന്ന മലകൾ, ആ മലകളിലേക്ക് ഓടിയെത്തുന്ന വഴികൾ മുഴുവൻ ചതുപ്പ് നിലങ്ങൾ, 4 വശത്തേക്കും രക്ഷപ്പെടാനാവാത്ത ഒരവസ്ഥയിൽ ഇവരെ ദൈവം എത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി പോസിബിളായ ഒരു വഴി ഇനി ഇസ്രായേൽ എന്ന ജനതയുടെ മുമ്പിലില്ല. മനുഷ്യസാധ്യമായ ഒരു വഴി അവരുടെ മുമ്പിൽ ഇനിയില്ല. മനുഷ്യനെ കൊണ്ടുള്ള അവൻ്റെ അധ്വാനത്തിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് അവരെത്തി. ഇനി മുന്നോട്ട് നോക്കിയാൽ കടൽ, പിന്നിലേക്ക് നോക്കിയാൽ ഫറവോ, വശങ്ങളിലേക്ക് നോക്കിയാൽ
വാ പിളർന്ന് വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന അപകട നിലങ്ങൾ. ഈ അവസ്ഥയിൽ എത്തിപ്പെട്ട ഈ ജനതയെ ദൈവം അത്ഭുതകരമായി ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വിധത്തിൽ കടല് രണ്ടായി വകഞ്ഞു മാറ്റി വരണ്ട ഭൂമിയിൽ എന്ന വണ്ണം അവരെ വഴി നടത്തി അക്കരെ എത്തിച്ചു. ഇസ്രായേൽ, ശ്രദ്ധിക്കുക, ചെങ്കടലിന് മുമ്പിൽ നിന്ന ഇസ്രായേലല്ല, ചെങ്കടലിൻ്റെ അക്കരെ നിൽക്കുന്ന ഇസ്രായേൽ. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേലിന് ഭയമുണ്ട്, അനാഥത്വമുണ്ട്, അരക്ഷിതബോധമുണ്ട്, തങ്ങൾക്ക് ആരുമില്ല എന്ന അന്യതാബോധമുണ്ട്, പട്ടിണിയുണ്ട്, നാഥനില്ലാത്ത ഒരവസ്ഥയുണ്ട്, സംരക്ഷിക്കാൻ ആരുമില്ലെന്ന ആ ബോധമുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുറിവേറ്റ് നിൽക്കുന്ന നിസ്സഹായരായ ഒരു ജനതയാണ് ചെങ്കടലിൻ്റെ ഇക്കരെ നിൽക്കുന്നത്. എന്നാൽ അത്ഭുതങ്ങൾ മനുഷ്യചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവം ഈ ജനതയെ അക്കരെ എത്തിക്കുമ്പോൾ ഈ അത്ഭുതങ്ങളുടെ വഴികളിലൂടെ നടന്ന ജനത തിരിച്ചറിയുന്നത് തങ്ങൾക്കൊരു നാഥൻ ഉണ്ട്, ഞങ്ങൾക്കൊരു സംരക്ഷകൻ ഉണ്ട്, ഞങ്ങൾ അനാഥരല്ല, ചോദിക്കാനും പറയാനും ഒരാളുണ്ട്, മുകളിലൊരു ദൈവമുണ്ട്, ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഇസ്രായേൽ യഹോവയുടെ ശക്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ ചെങ്കടൽ അവർ കടന്നു. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇനി മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത് അവർ സീനായി മലയുടെ അടിവാരത്തിൽ എത്തുന്നത് വരെ ചെങ്കടൽ കടന്ന് കൃത്യം 3 ദിവസങ്ങൾ കഴിയുമ്പോൾ ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഈജിപ്തിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പദം പറയാനും പരാതി പറയാനും തുടങ്ങി. പക്ഷെ അവിടെയൊന്നും ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല. അവർ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ദൈവം അവർക്ക് ഈ സീനായി മലയിൽ എത്തുന്നത് വരെ അവരുടെ പരാതികളെ ഗൗരവമായി എടുക്കുന്നില്ല. സീനായി മലയുടെ അടിവാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിച്ചു. മലമുകളിലെത്തിയ മോശയ്ക്ക് ദൈവം നിയമങ്ങൾ നൽകി. പ്രധാനമായും 10 കൽപ്പനകൾ നൽകി. 10 കൽപ്പനകൾ നൽകിയിട്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ 3 ദിവസം ജനത്തെ തയ്യാറാക്കുക. ഞാൻ ജനം ഒരുങ്ങിക്കഴിയുമ്പോൾ 3-ാം ദിവസം സീനായി മലയിൽ ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഞാൻ ദൈവമാണെന്നും ഞാൻ നിന്നോട് സംസാരിക്കുന്നെന്നും ഈ ജനം മനസ്സിലാക്കും. പിന്നെ അവർ നീ പറയുന്നത് കേൾക്കും. ജനം നിന്നിൽ വിശ്വസിക്കുന്നതിനും ദൈവത്തെ അറിയുന്നതിനും വേണ്ടി ഞാൻ മലയിൽ ഇറങ്ങി വരാൻ പോവാണ്, നീ ജനത്തെ ഒരുക്കണം. അങ്ങനെ ദൈവം ഇറങ്ങി വന്ന് മോശയിലൂടെ ഈ ജനതയോട് സംസാരിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഈജിപ്തിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ട ഒരു ജനതയായി കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് വേറിട്ടൊരു ജനത മാത്രമാകാനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഞാൻ ഡിഫൈൻ ചെയ്ത് തരാൻ പോവാണ്, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാൻ പോവാണ്. അവിടെ ദൈവം പറയുകയാണ്, കഴുകൻ്റെ ചിറകിൽ സംവഹിച്ച് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ ഒരു പ്രത്യേക ജനതയാക്കാൻ വേണ്ടിയാണ്. അതിന് ദൈവം പറയുന്ന ആ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കണം. അത് പുതിയ നിയമ ജനതയ്ക്കും അതുപോലെ ബാധകമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജനത ആരാണ് എന്ന് ദൈവം ആ ജനതയെ ബോധ്യപ്പെടുത്തുന്ന വാക്യങ്ങൾ വായിക്കാം. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിലാണ്. ദൈവം ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഇനി ഇതാണ് ഉത്തരം. വായിക്കാം. 19-ാം അധ്യായം 1 മുതൽ ഉച്ചത്തിൽ വായിക്കാം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിൽ എത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഉറക്കെ വായിക്കുക. യാക്കോബിൻ്റെ ഭവനത്തോട് ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും
എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച്, ഒന്നാമത്തെ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, നിങ്ങൾ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ജനം. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്നാണ് നീ പറയുന്നത്, ഈ ജനത്തിൻ്റെ ബോധത്തിലേക്ക് ദൈവം ഇൻസ്റ്റിൽ ചെയ്യാൻ പോവാണ്, ഇഞ്ചക്ട് ചെയ്യാൻ പോവാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഈ ഭൂമിയിൽ എല്ലാ ജനതകളിലും വെച്ച്, ഈ ലോകത്തുള്ള എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനമായിരിക്കും. എൻ്റെ ജനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഭൂമി മുഴുവൻ എൻ്റേതാണെങ്കിലും, ഭൂമിയിലെ എല്ലാ മനുഷ്യരും എൻ്റെ സൃഷ്ടികളാണെങ്കിലും, നിങ്ങളായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനത. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഞാൻ പറഞ്ഞു, ഇത് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് മാത്രം പറഞ്ഞൊരു വാചകമല്ല. പുതിയ നിയമ ജനതയുടെ ഐഡന്റിറ്റിയും ഇത് തന്നെയാണെന്ന് അപ്പോസ്തലനായ പത്രോസ്, ആദ്യത്തെ മാർപ്പാപ്പ, തൻ്റെ ഔദ്യോഗികമായ പ്രബോധനത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് അറിയാമെങ്കിലും ഇന്ന് ഈ സന്ദർഭത്തിന് അത് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അതൊന്ന് വായിക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ രണ്ടാമത്തെ അധ്യായം 9 വാക്യം. 1 പത്രോസ്, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 9 വായിക്കാം. എന്നാൽ ഉച്ചത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ആദ്യത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് പറയാനുള്ളത്, അതായത് ഈ ലോകത്തിൽ ദൈവത്തിന്, സ്രഷ്ടാവായ ദൈവത്തിന്, സർവാധിപനും സർവശക്തനുമായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനത ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സഭയിലെ മക്കളാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭയുടെ മക്കളാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനത. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്ക് സംശയം വരരുത്. ആദ്യത്തെ കാര്യം, ഒരു സംശയവും വരരുത്. അതായത് ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ദൈവം തള്ളിക്കളയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം തള്ളിക്കളയില്ല. ദൈവം ഉപേക്ഷിക്കില്ല. ദൈവം തള്ളിക്കളയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാ മനുഷ്യരുടെയും എല്ലാ സങ്കടങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ അവബോധം ഒരല്പനേരത്തേക്കെങ്കിലും നഷ്ടപ്പെട്ട ഒരാളാണ്. ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരല്പനേരത്തേക്കെങ്കിലും ഈ ബോധ്യം നഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ ദൈവത്തിൻ്റെതാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം തൻ്റെ ജനതയെ പരിപാലിക്കാൻ അറിയാവുന്ന ദൈവമാണ്. അതായത് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനും പടുത്തുയർത്താനും നിലനിർത്താനും ഏത് അധപ്പതനത്തിൽ നിന്ന് രക്ഷിക്കാനും ദൈവത്തിന് പറ്റും. അത് ദൈവം ചെയ്യും. പറ്റുമെന്നല്ല, ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയാ. അപ്പോൾ അത് കർത്താവ് അത് ചെയ്തിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ ഔദാര്യമായിട്ട് ദൈവം ചെയ്യുന്നതല്ല, മറിച്ച് ഇത് ദൈവം, നമ്മൾ മക്കളെന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയത് കൊണ്ട് ദൈവം അങ്ങനെ ചെയ്യൂ, അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്കതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ആദ്യത്തെ ബോധ്യം, ഞാൻ ആരാണ്, എൻ്റെ ഐഡന്റിറ്റി ഞാൻ അന്വേഷിക്കാൻ പോവാണ്. ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എനിക്ക് ഒരു 100,000 അനുഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവത്തിൽ മാത്രമല്ല, പലരുടെയും ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ദൈവം എങ്ങനെയാണ് മനുഷ്യരെ കെയർ ചെയ്യുന്നത്. നമുക്കത് മഹാത്ഭുതം തോന്നും. എത്ര സൂക്ഷ്മമായിട്ടാണ് ദൈവം തൻ്റെ ജനത്തെ കെയർ ചെയ്യുന്നത്. മൈന്യൂട്ടായ വഴികൾ പോലും ദൈവം പരിശോധിക്കും. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഹൈന്ദവനായിരുന്നു. അവൻ്റെ പേര് കനു എന്നാണ്. കനു. ഞാൻ തിരുവനന്തപുരത്ത് സെമിനാരിയിൽ പഠിക്കുമ്പോൾ അന്ന് മുതലുള്ള കൂട്ടാണ്. ഞാൻ സമയം എടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാം. അവന് രക്താർബുദം, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവൻ അധികം താമസിക്കാതെ മരിച്ചു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മകനോടെന്ന പോലെ എന്നോട് സ്നേഹമുണ്ടായിരുന്നു. ഒരു പത്തനംതിട്ടയിൽ മുറിഞ്ഞകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ
അന്ന് ഈ മൊബൈൽ ഫോൺ വ്യാപകമാകാതിരുന്ന കാലമാണ്. അപ്പോൾ അവർക്ക് ഇവനെ എന്തെങ്കിലും സന്ദേശം തിരുവനന്തപുരത്ത് അറിയിക്കണമെങ്കിൽ, വയ്യാത്തപ്പനമ്മമാർ ഇവൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ വന്ന് നിൽപ്പില്ല. അപ്പോൾ അവനെ എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ എന്നെയാണ് സെമിനാരി വിളിച്ച് പറയുന്നത്. ഞാനാണ് അവനെ പോയി അറിയിക്കുന്നത്. അവന് ഞാൻ രക്തം കൊടുക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നു. അങ്ങനെ ഏതായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇവൻ മരിച്ചു കഴിഞ്ഞും ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടർന്നു. അവൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിക്കുമായിരുന്നു, എനിക്ക് കത്തുകൾ എഴുതുമായിരുന്നു, ക്രിസ്മസ് കാർഡ് അയക്കുമായിരുന്നു. ഞാൻ അവധിക്കൊക്കെ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ ഇവൻ്റെ അച്ഛൻ മരിച്ചു. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിലിരുന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവൻ്റെ അച്ഛൻ മരിച്ചു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞു, ഞാൻ അച്ഛനായി. ഞാൻ പിന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ തിരക്കുകളിലേക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇല്ലാതായി. ഞാൻ വിചാരിച്ചിരുന്നത് ഈ അമ്മ ജീവനോടെ ഉണ്ടാകും, പിന്നെ ഇവനൊരു അനിയനും ഉണ്ടായിരുന്നു, അനിയനും ജീവനോടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷം കഴിഞ്ഞു ഇതൊക്കെ നടന്നിട്ട്. അത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു 2-3 മാസമായിട്ടുണ്ടാവും ഈ സ്ഥലത്ത് കൂടി പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എനിക്ക് നല്ല തിരക്കുണ്ട് എങ്കിലും എനിക്ക് തോന്നി, എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മയും അവൻ്റെ അനുജനും ജീവനോടുണ്ടാവും, അവരെ ഒന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ എൻ്റെ കൂടെ പോളച്ചനുണ്ട്, ബോണിയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, നമുക്ക് അവനെ ഒന്ന് കാണാം. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ എഴുതി വെച്ചിരുന്നവരുടെ വീട്ടുപേര് പ്രശാന്തി നിലയം എന്നാണ്. അതെൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പ്രശാന്തി നിലയം എന്നൊരു ഗേറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ വണ്ടി വളരെ സാവധാനത്തിൽ ഓടിച്ച്, എനിക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വളരെ പതുക്കെ ഓടിച്ച് ഞാൻ ഈ വീട് കണ്ടെത്തി. എന്നിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ അവിടേക്ക് വിട്ടിട്ട് ഉപയോഗിച്ചു, ഇത് ഈ ആളുടെ വീടാണോ എന്ന് ഒന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ വാടകക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞു, ആ അമ്മ, ഇവിടെ ഉണ്ടായിരുന്നൊരു അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞു. ആ അമ്മയ്ക്ക് ഒരു മകൻ കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി പറഞ്ഞു, ആ മകനും മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, വേറെ ഏതോ സ്ഥലത്താണ്. അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അത് മകൻ്റെ കയ്യിലാണ്, ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വയ്യാത്തവരാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയ ഈ അമ്മച്ചി ഈ ചെന്ന് കയറിയ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇത് കത്തോലിക്ക അച്ഛന്മാരാണോ ഈ വണ്ടിയിലിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ. എന്നാൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകുമോ? പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി ഈ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് കയറുമ്പോൾ ഈ അമ്മ ക്യാൻസർ വന്ന് ഈ മുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ, കണ്ണൊക്കെ ബൾജ് ചെയ്ത് പുറത്തേക്ക്, കണ്ണിൽ നിന്ന് ഇങ്ങനെ ചലവൊക്കെ ഒലിക്കുന്ന ഒരവസ്ഥയിലാണ് അമ്മ. അൽഷിമേഴ്സ് ബാധിച്ച മറവി രോഗമുള്ള ആളാണ് അപ്പൻ. ഒരു 2 പേര് ആ വീട്ടിലുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ പെട്ടെന്ന് അതിശയത്തോടെ എന്നോട് ചോദിച്ചു, ഇത് ഈ ഡാനിയലച്ചനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛനെ കാണുന്നതാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങൾ ഈ വീട്ടിലെ 3 പേര് ആകെ കഴിച്ചിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട. ഞങ്ങൾ കടം കയറി നാട് വിട്ട് ഇവിടെ വന്നവരാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അച്ഛനായോണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇനി കൂടുതൽ വിശദീകരണം ബാക്കി പറയണ്ടല്ലോ. അതായത് ഈ വീടിന് മുമ്പിൽ ഇനിയുള്ള ഏക സാധ്യത പട്ടിണി കിടന്ന് മരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവരെ ഈ നാട്ടിൽ അറിയാവുന്ന ഒരാൾ പോലുമില്ല. ഇവരെ സഹായിക്കാൻ ആരുമില്ല. ഇവരെ സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഇവർ തൃശ്ശൂർ ഭാഗത്തു നിന്ന് നാട് വിട്ട് വന്ന് പത്തനംതിട്ടയിൽ വന്ന് ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണ്. വാടക മാസങ്ങളായിട്ട് കൊടുത്തിട്ടില്ല. ഞാനൊരു 100,000 അനുഭവങ്ങൾ നിങ്ങളോട് പറയാം. അതായത് ദൈവം തൻ്റെ ജനത്തെ അവരുടെ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും സഹായിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ.
എങ്ങനെയെങ്കിലും സഹായിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അത് ദൈവത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. ദൈവം കൈവിടില്ല. എനിക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലത്. കൈവിടില്ല, അങ്ങനെ കൈവിടില്ല ദൈവം. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജനതയാണെങ്കിൽ ആ ജനതയ്ക്ക് അവലംബങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊരു പോയിന്റ് ഇല്ല. പറഞ്ഞ ഹല്ലേലൂയാ. ആരെങ്കിലും വന്നിരിക്കും. ഇനി ആരും വന്നില്ലെങ്കിൽ ഏലിയായുടെ അടുത്ത് വന്നതുപോലെ കാക്ക വരും. ഹല്ലേലൂയാ. അതായത് അത് വന്നിരിക്കും. അതിനകത്ത് ഇതിന് എക്സെപ്ഷൻ ഇല്ല. ദൈവം സഹായിച്ചിരിക്കും. പിശാച് പറയുന്ന നുണകൾ വിശ്വസിക്കരുത്. ദൈവം കൈവിട്ടു, ഇനി നിനക്ക് ഇല്ല. ആരാ പറഞ്ഞു നിനക്ക് വഴിയില്ലെന്ന്? വഴിയുണ്ട്. അല്പസമയം കൂടി കാത്തിരിക്കുക, അല്പനേരം കൂടെ വെയിറ്റ് ചെയ്യുക. വഴിയുണ്ട് അതിനു മുമ്പിൽ. പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എനിക്കെൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെയോ എൻ്റെ അനിയനെയോ അവൻ്റെ ഭാര്യയെയോ ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ അവൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എല്ലാവരും മരിച്ചു എന്നറിഞ്ഞു. ആ സഹോദരി വേറൊരു സ്ഥലത്താണ്. പക്ഷേ ദൈവം എന്തിനാ വീട്ടിൽ കയറ്റി? അതായത് അവിടെ ഒരു പാവപ്പെട്ട അപ്പനും, മറവി രോഗമുള്ളൊരപ്പനും, ക്യാൻസർ വന്ന് മരുന്ന് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തൊരമ്മയും, ക്രിസ്ത്യാനികൾ, വിശ്വാസി ആ വീട്ടിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ആദ്യത്തെ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ്, ദൈവത്തിന്റെ സ്വന്തം ജനത. ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ട ജനത. ബാക്കി വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും 19:5 നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. അടുത്തത് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് 2, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യമാണ്. ആദ്യത്തേത് പുരോഹിത രാജ്യം. പുരോഹിത രാജ്യം എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ ജോലി ആരാധിക്കുക. പുരോഹിത രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന ജനതയാണ്. ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ ആരാധനാ സമൂഹമാണ്, വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആരാധനയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ആണെന്ന് തോന്നുന്നു സാമാന്യം വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ ഐഡന്റിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായൊരു ഭാഗമാണ് നമ്മൾ ആരാധനാ സമൂഹമാണ്. അതുകൊണ്ട് ആരാധിക്കാത്ത ജനത തങ്ങളുടെ ഐഡന്റിറ്റി മറന്ന ജനതയാണ്. ദൈവത്തെ ആരാധിക്കാത്ത ജനത. വിശദീകരിക്കുന്നില്ലത്. അതാ നിങ്ങൾ ആരാധനാ സമൂഹമാണ്. മൂന്നാമത്തേത്, അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഗൗരവമായി എടുക്കേണ്ടത്, നിങ്ങൾ വിശുദ്ധ ജനതയാണ്. ഹോളി നേഷൻ, വിശുദ്ധ ജനത എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ദൈവം പറയുകയാണ്, നിങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരായ ജനതയാവുന്നത് ഏത് കാര്യത്തിലാണ്? വിശുദ്ധിയിലാണ്. വിശുദ്ധിയിലും നന്മയിലും സ്നേഹത്തിലും സത്യത്തിലും യേശു പഠിപ്പിച്ച മൂല്യങ്ങളിലുമാണ് നിങ്ങൾ വ്യത്യസ്തരാവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ ഒരു വിശുദ്ധ ജനതയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ ജനത, പ്രിയപ്പെട്ട ജനത, ആരാധനാ സമൂഹം, വിശുദ്ധ ജനത. ഈ വിശുദ്ധ ജനതയാവാൻ ദൈവം ഇനി ഈ വിശുദ്ധിയെ ദൈവം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 കൽപ്പനകളായി നിർവചിക്കാൻ പോവുകയാണ്. അതായത് എന്താണ് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ വിശുദ്ധ ജനത എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പ്രമാണങ്ങൾ പാലിക്കുന്ന ഒരു ജനതയാവണം, ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഒരു ജനതയാവണം. എന്നിട്ട് കർത്താവ് പറയാണ്, അങ്ങനെ നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ വിശുദ്ധ നിയമങ്ങൾ പാലിക്കുന്ന ജനതയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എൻ്റെ ശക്തി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ ഒരു നിലവാരത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇനി അടുത്ത പരിശ്രമം, നമുക്ക് ഈ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ജീവിത ക്രമത്തിൻ്റെ തലങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. അതിനകത്ത് ഈ പറയുന്ന വിശുദ്ധ ജനത എന്ന് പറയുന്ന ആ കൽപ്പനയ്ക്കകത്ത്, ആ പാക്കറ്റിനകത്ത്
എന്തെല്ലാം ഉണ്ട്. അതാണ് അതിലെ ആദ്യത്തേതിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം ഈ പ്രമാണങ്ങൾ നൽകുമ്പോൾ ആദ്യത്തെ പ്രമാണം അതാണ് ദൈവം വിശുദ്ധ ജനത എന്നുദ്ദേശിക്കുമ്പോൾ ദൈവം ആ ജനതയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കാര്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം അരുളി ചെയ്തു, അടിമത്തത്തിൻ്റെ വായിക്കാം ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിച്ച് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ, അതായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവയെ ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇനി നിങ്ങൾ പരിപൂർണമായ ശ്രദ്ധ എനിക്ക് തരണം. അതായത് ഞാൻ എന്താണ് ഈ കൽപ്പനയുടെ അകത്ത് കിടക്കുന്ന കാര്യം, അതെന്താണെന്നൊന്ന് പൊളിച്ച് കാണിക്കാൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. അത് ശ്രമകരമാണ്, അത് ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്താണ് ഈ പ്രമാണത്തിൻ്റെ അകക്കാമ്പ്? നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ. ഒന്നിൻ്റെയും വിഗ്രഹമുണ്ടാക്കി അതിനെ പ്രണമിക്കരുത്, അവയെ ആരാധിക്കരുത്. ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജനം എന്തു ചെയ്തു എന്ന് ആദ്യം നമ്മളൊന്ന് കാണാൻ പോവാണ്. അങ്ങനെ ദൈവം മോശയെ വിളിച്ച് ഈ പ്രമാണങ്ങളെല്ലാം, ജനത്തോട് പറഞ്ഞ പ്രമാണങ്ങളെല്ലാം 2 കൽഫലകങ്ങളിൽ എഴുതി ദൈവം താഴേക്ക് കൊടുത്തു വിടുമ്പോൾ 40 ദിവസത്തേക്ക് മോശയെ കാണാതെ വന്ന ഈ ജനം അഹറോനോട് കലഹിച്ചു. ദൈവം എവിടെ നിറഞ്ഞൂടാ, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മോശയെ കാണാനുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ എന്തെങ്കിലും വേണം, അതുകൊണ്ട് നീ എന്തെങ്കിലും ആരാധിക്കാൻ. മോശ തൻ്റെ ജീവനെ ഇവർ കൈവെക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണോ എന്തോ അവരുടെ കയ്യിൽ നിന്ന്, ഈജിപ്തുകാരിൽ നിന്ന് ഇവർ കവർച്ച ചെയ്തെടുത്ത, ചോദിച്ചു വാങ്ങിച്ച കുറേ സ്വർണമുണ്ടായിരുന്നു. ആ സ്വർണം മുഴുവൻ വാങ്ങി അതിൽ നിന്നൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി സ്വർണ്ണ കാളക്കുട്ടിയെ അവരുടെ മുമ്പിലേക്ക് വെച്ചിട്ട് അഹറോൻ പറഞ്ഞു, ഇതാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദേവന്മാർ, ആരാധിച്ചോളുക. അങ്ങനെ ഈ ജനം ഈജിപ്തിലെ ദേവനെ ആരാധിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈജിപ്തിലെ ദേവന്മാർ നിസാരരാണ്, അവർക്ക് കഴിവില്ല. യഹോവയാണ് യഥാർത്ഥ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് യഥാർത്ഥ ദൈവം എന്ന് പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചിട്ട് ഇപ്പോൾ അവർ പറയുകയാണ് ഈജിപ്തിലെ കാളക്കുട്ടിയാണ്. കാളക്കുട്ടി ആരാധിച്ചിരുന്നത് ഈജിപ്തുകാരാണ്. ഈജിപ്തിലെ കാളക്കുട്ടിയാണ് ഞങ്ങളുടെ ദൈവം. ആ ദൈവത്തെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, ജനം വഴിപിഴച്ചു പോയിരിക്കുന്നു. മോശ താഴേക്ക് വരുന്നു, കാളക്കുട്ടിയെ തകർക്കുന്നു, അതിനെ വെള്ളത്തിൽ കലക്കി ജനത്തെ കൊണ്ട് കുടിപ്പിക്കുന്നു. പിന്നീട് നന്നായിട്ട് ശ്രദ്ധിക്കുക, പിന്നീട് ദൈവം നേരത്തെ നൽകിയ നിയമങ്ങൾ കൂടാതെ ഒരുപാട് നിയമങ്ങൾ വീണ്ടും 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 നമ്മൾ വായിച്ച് മടുത്തു പോകുന്ന വിധത്തിൽ അത്രേ നിയമങ്ങൾ ഈ സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് വീണ്ടും അവർക്ക് കൊടുത്തിട്ട് പറയുന്നു, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ വേറിട്ടൊരു ജനതയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പോരാ, എല്ലാ കാര്യത്തിലും നിങ്ങൾ വ്യത്യസ്തരായ ജനതയാവണം, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം അവർക്ക് വീണ്ടും വീണ്ടും നിയമങ്ങൾ നൽകി. അവർക്ക് ആരാധിക്കാൻ സമാഗമ കൂടാരം ഉണ്ടാക്കി, അവർക്ക് ധാർമ്മിക നിയമങ്ങൾ വീണ്ടും കൊടുത്തു. അവർ കാനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞിട്ട് പാലിക്കേണ്ട ജീവിതക്രമം എല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ 1 വർഷവും 2 മാസവും അവർ സീനായി മലയുടെ അടിവാരത്തിൽ താമസിക്കേണ്ടി വന്നു. യാത്ര മുന്നോട്ട് പോയില്ല. കാരണം അവർക്ക് ഇനി അവർ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നിട്ട് പോയാൽ മതി. ഇതാണ് ദൈവത്തിൻ്റെ നിർബന്ധം. അങ്ങനെ ദൈവം അവരെ ഈ മലയടിവാരത്തിൽ വെച്ച് 1 വർഷവും 2 മാസവും അവിടെ താമസിപ്പിച്ച് 2ാമത്തെ പെസഹായും ആചരിപ്പിച്ചിട്ടാണ് അവരെ സീനായി മലയുടെ അടിവാരത്തിൽ നിന്ന് മുന്നോട്ട് വിടുന്നത്. 2ാമത്തെ പെസഹ ആചരണത്തിലൂടെ അവർ വീണ്ടും യഹോവ മാത്രമാണ് തങ്ങളുടെ ദൈവമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിട്ട് ഇവർ
യാത്ര മുന്നോട്ട് ചെന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഇവൾ കാദേശ് ബർണയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. കാദേശ് ബർണയ, ആ വാക്കിൻ്റെ അർത്ഥം ദ സൈറ്റ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. അതായത് വേർപാടിൻ്റെ സ്ഥലം, വിഭജനത്തിൻ്റെ സ്ഥലം, വേർതിരിവിൻ്റെ സ്ഥലം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരെത്തിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കാദേശ് ബർണയ. ഈ ടൈം ലൈൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, ഏതാണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ സീനായ് മലയുടെ അടിവാരത്തിലെത്തി. അത് കഴിയുമ്പോഴേക്കും ദൈവം ഒരു വർഷം കഴിയുമ്പോൾ സീനായ് മലയുടെ അടിവാരത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കൂടി അവരെ അവിടെ, 1 വർഷവും 2 മാസവും കൂടി അവരെ അവിടെ താമസിപ്പിച്ചിട്ടാണ് ദൈവം അവരെ അവിടുന്ന് മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഇപ്പോൾ എവിടെത്തി? കാദേശ് ബർണയ എന്ന് പറഞ്ഞാൽ ഇനി അല്പ ദിവസങ്ങൾ കൂടി നടന്നാൽ ഇവർക്ക് കാനാൻ ദേശത്തെത്താം. ഏതാണ്ട് കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തി. കാനാൻ ദേശ അതിർത്തിയല്ല, കാദേശ് ബർണയയിലെത്തി. അതിർത്തിയല്ല, കാദേശ് ബർണയയിലെത്തി. അപ്പോൾ കാദേശ് ബർണയയിലെത്തിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ യാത്ര ചെയ്താൽ കാനാൻ ദേശത്തെത്താം. അവിടെ എത്തിയപ്പോൾ കാനാൻ ദേശത്തേക്ക് കയറാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മതി. ഈ സമയത്ത് ദൈവം കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശയുടെ നേതൃത്വത്തിൽ മോശ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം തിരഞ്ഞെടുത്ത് അവരെ കാനാൻ ദേശത്തേക്ക് ഒറ്റുനോക്കാൻ അയച്ചു. അവർ ദേശം ഒറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നു. അവർ വലിയൊരു മുന്തിരിക്കുല കൊണ്ടുവന്നു. ദേശം നല്ലതാണെന്ന് പറഞ്ഞു, ഫലഭൂയിഷ്ടമായ മണ്ണാണ്, കൊള്ളാവുന്ന നാടാണെന്ന് പറഞ്ഞു. ഇതിലെ 10 പേർ എന്നാൽ ഈ ജനത്തോട് പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണേ, ജനത്തോട് പറഞ്ഞു, നാട് നല്ലതാണ്, പക്ഷെ നമുക്കവിടെ കയറാൻ പറ്റില്ല. കാരണം അവിടെ അനാക്കിമിൻ്റെ മക്കളുണ്ട്, രാക്ഷസ ജന്മങ്ങളുണ്ട്. അവർ നമ്മളെ വിട്ടിലുകളെ പോലെ അവർ നമ്മളെ പറക്കി തിന്നുകളയും. അവരൊരു ഭയാനകമായ ജനതയാണ്, നമ്മളെ അവർ കൊല്ലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു തെറ്റായ ഉപദേശം ഇവർക്ക് കൊടുത്തു. ജോഷുവയും കാലേബും പറഞ്ഞു, അങ്ങനെയല്ല, അവർ രാക്ഷസന്മാരാണെങ്കിലും അവരെക്കാൾ വലിയ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിക്കരുത്. പക്ഷെ ജോഷുവയെയും കാലേബിനെയും ജനം കല്ലെറിയാൻ തുടങ്ങി. ഈ 10 പേർ കൊടുത്ത തെറ്റായ നിർദ്ദേശമനുസരിച്ച് ഈ ജനം, ശ്രദ്ധിക്കുക, ഈ ജനം ആ പോയിന്റിൽ വെച്ച്, കാദേശ് ബർണയയിൽ വെച്ച് ഒരു മഹാപാതകം പറഞ്ഞു. പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ കാനാൻ ദേശത്തേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു പോവാണ്. അവർ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഈ പോയിന്റിൽ നമുക്കൊരല്പം വളരെ ശ്രദ്ധ ആവശ്യമുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കാദേശ് ബർണയയിൽ വെച്ച് ഇവർ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അവർ പറയുന്ന ഇതാണ്: ഞങ്ങൾ കാനാൻ ദേശത്തേക്ക് ഞങ്ങൾക്ക് വരണ്ട, ഞങ്ങൾക്ക് കാനാൻ ദേശം വേണ്ട, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് പോയാൽ മതി. ഈ സമയത്താണ് ദൈവം പറയുന്നത്, മരുഭൂമിയിൽ വെച്ച് മരിച്ചു വീഴുന്നതാണ് നല്ലത്, ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരു ജനതയും കാനാൻ ദേശത്ത് പ്രവേശിക്കില്ല. അവർ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത് വരെ ഇനി അടുത്ത 38 വർഷം നിങ്ങൾ ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയും. എനിക്ക് ഈ പോയിന്റിൽ നിന്നാണ് 1-ാം പ്രമാണം വ്യാഖ്യാനിക്കാനുള്ളത്. എന്താണ് 1-ാം പ്രമാണം? ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാനാൻ ദേശം നിങ്ങൾക്ക് വേണ്ട, പകരം നിങ്ങൾക്ക് ഈജിപ്തും ഈജിപ്തിൻ്റെ സന്തോഷങ്ങളും മതി. ഇതൊരു വശത്ത് അവിടെ വെക്കുക, ഞാൻ തിരിച്ചു വരാം. ഇനി ഇതേ സന്ദർഭത്തിൽ തന്നെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജനം പരാതിപ്പെട്ടിരുന്നു, ഈ മന്നയല്ലാതെ ഞങ്ങൾക്ക് തിന്നാൻ വേറൊന്നുമില്ല, ഈ മന്ന എന്ത് വൃത്തികെട്ട രുചിയാണ്, ഞങ്ങൾക്ക് വേറൊന്നും ഇല്ലല്ലോ. ഈജിപ്തിലെ ഇറച്ചി, ഈജിപ്തിലെ ഉള്ളി, ഈജിപ്തിലെ സവാള, ഈജിപ്തിലെ പച്ചക്കറികൾ, അതെത്ര നല്ലതായിരുന്നു. ഈ പോയിന്റിൽ നിന്നിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതായത് ഇവിടെ നിന്നിട്ട് ഈ ജനം പറയുകയാണ്, ഞങ്ങൾക്ക് കാനാൻ ദേശം വേണ്ട, ഞങ്ങൾക്ക് ഇനി പറയുന്ന ഈ വാഗ്ദത്ത ദേശം വേണ്ട, ഞങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു പോയിക്കോളാം, അല്ലെ ഇവിടെ കിടന്ന് മരിച്ചോളാം.
2, നീ തന്ന സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഈ അപ്പം, ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് ഏതിനാണ്? ഈജിപ്തിലെ ഇറച്ചിക്കാണ്, ഈജിപ്തിലെ ഉള്ളിക്കാണ്. അതിനാണ് ടേസ്റ്റ്. ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതിയായിരുന്നു. ഈ 2 നിലപാടുകൾ ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈ 2 നിലപാടുകൾ പറയുന്നത്, ദൈവത്തെ, കാനാൻ ദേശം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, വാഗ്ദത്ത ദേശം വേണ്ട എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സന്തോഷമായി കാണുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേണ്ട. പകരം ഞങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന, ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മതി. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ദൈവം വാഗ്ദത്തം ചെയ്ത സന്തോഷങ്ങൾ വേണ്ട. ഞങ്ങൾക്ക് അടിമത്തത്തിൻ്റെ നാട്ടിലെ സന്തോഷം മതി. ഞങ്ങൾക്ക് മന്ന വേണ്ട. മന്ന എന്തിൻ്റെ പ്രതീകമാണ്? മന്നയുടെ രുചി തേനിൻ്റെ രുചിയാണ്. മന്ന കാനാൻ ദേശത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. വാഗ്ദത്ത നാടിൻ്റെ ഫോർ ടേസ്റ്റ് ആണ് മന്ന. അവർ പറയുകയാണ് ഈ മന്ന വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാഗ്ദത്ത ദേശം വേണ്ട എന്നാണ്. ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചി മതി. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജനതയുടെ പ്രശ്നം, അവർ പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് ഞങ്ങളെന്ന ആ വാഗ്ദാനം, ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള ആ സന്തോഷം, ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നതിലുള്ള ആഹ്ലാദം, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന വേറെ ചില സന്തോഷങ്ങളുണ്ട്, അത് മതി. സോ പുട്ടിങ് പ്രയോറിറ്റി or emphasis on what the world offers and rejecting God and His promises is the issue. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ലോകം ഒത്തിരി സന്തോഷം ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നതിന് ഈ ലോകം ഓഫർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് മതി. ദൈവം തരുന്ന സന്തോഷം വേണ്ട. ഉദാഹരണത്തിന് സ്വർഗം, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പോയാൽ പോയി, ഉണ്ടോ എന്ന് ആർക്കറിയാം? ഉണ്ടേലുണ്ട്, പോയാൽ പോയി, അതൊന്നും പറയണ്ട. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, കാനഡയിൽ പോകുന്നതിനെ കുറിച്ച് പറയാം. നമുക്ക് നിത്യതയെക്കുറിച്ച് പറയണ്ട, നമുക്ക് ഓസ്ട്രേലിയൻ വിസ കിട്ടുന്നതിനെ കുറിച്ച് പറയാം. നമുക്ക് ആത്മാവിന് ലഭിക്കുന്ന ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന കൃപകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും. എന്നാൽ പെട്ടെന്ന് സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടാനുള്ള വഴികൾ പറഞ്ഞാൽ കൺവെൻഷൻ ആവേശം വരും. ഞങ്ങൾക്ക് പ്രോമിസ്ഡ് ലാൻഡ് വേണ്ടാന്ന്, അതിൻ്റെ സന്തോഷവും വേണ്ടാന്ന്, ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെ സന്തോഷങ്ങൾ മതി, അതിനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഇതാണ് ഈ ജനതയുടെ അകത്ത് കിടക്കുന്ന പ്രോസസ്. അപ്പൊ നിങ്ങൾ പറയും, ഞങ്ങളങ്ങനല്ല. ഞങ്ങളങ്ങനാണെങ്കിൽ ഈ കൺവെൻഷന് വരുമോ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഞങ്ങളുടെ പള്ളികളിലേക്ക് വരൂ, രാവിലെ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കൂ. നിങ്ങളീ പറയുന്നത് ശരിയല്ല. ഞങ്ങളങ്ങനല്ല. ഞങ്ങൾക്ക് കർത്താവിൻ്റെ സന്തോഷമാണ് വലുത്. ഇവിടെയാണ് എനിക്കൊരല്പം വിശദീകരണം നിങ്ങൾക്ക് തരാനുള്ളത്. ഇവിടെയാണ് നമ്മളെ ഒന്ന് ആഴത്തിൽ ഒന്ന് പൊളിച്ച് പരിശോധിക്കാനുള്ളത്. ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുമോ, ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സന്തോഷിക്കണം. ദൈവത്തെ സന്തോഷത്തിൻ്റെ വിഷയമായിട്ട് കാണണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിനകത്ത് സന്തോഷം കണ്ടെത്തണം.
നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുമ്പോൾ ആഹ്ലാദം വരണം. ദൈവിക കാര്യങ്ങൾക്ക് വലിയ താല്പര്യവും സ്നേഹവും വരണം. അതിൻ്റെ കാരണം അതിലൂടെ നമുക്ക് ദൈവത്തെ കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ന് നമ്മൾ ആരാധകർ ദൈവത്തെ തേടുന്നത് ദൈവത്തിന് വേണ്ടിയാണോ നമ്മൾക്ക് വേണ്ടിയാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഇതുകൊണ്ടാണ് നമ്മുടെ പവർ വരാത്തത്. ദൈവത്തെ തേടുന്നുണ്ട് ആളുകൾ, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് ആളുകൾ. പള്ളിയിൽ ആളുകളുടെ എണ്ണമുണ്ട്, കൺവെൻഷന് നല്ല തിരക്കുണ്ട്. പ്രശ്നം ദൈവത്തെയാണോ തേടുന്നത്, അതോ ഈ ദൈവത്തെ തേടുന്നത് നമ്മുടെ ഈജിപ്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ചേച്ചിക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന് വേണ്ടിയാണോ ദൈവത്തെ തേടുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണുന്നതിലുള്ള സന്തോഷത്തിനാണ് കുർബാനയ്ക്ക് വരുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്നതിനുള്ള സന്തോഷത്തിനാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ 10 കുർബാനയിൽ പങ്കെടുത്താൽ ഈ കെട്ടഴിയും എന്ന് പറഞ്ഞിട്ടല്ല. കർത്താവിലാണ് സന്തോഷം. കർത്താവ് തരുന്ന കാര്യങ്ങളിലല്ല സന്തോഷം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ 2012 കാലത്ത് സജീവമായിട്ട് ദൈവശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അന്ന് കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് കോളേജിലെ കാര്യങ്ങളൊക്കെ മുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ, കോളേജിലെ എൻ്റെ സാന്നിധ്യം കുറയുന്നു എന്ന് കണ്ടപ്പോൾ, അവിടുന്ന് കുറച്ച് ചെറുതും വലുതുമായ പരാതികൾ പിതാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം തൽക്കാലം അച്ഛനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കോളേജിൽ പഠിപ്പിക്കാനാണ്, ഇപ്പം അത് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ലോക സുവിശേഷവൽക്കരണം, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. ലോക സുവിശേഷവൽക്കരണമൊക്കെ അത് ഞങ്ങൾ ചെയ്തോളാം, അച്ഛൻ കോളേജിൽ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ധ്യാനമൊക്കെ നടത്തി ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും പരാതികൾ വരുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ പറയാതെ നാലാഞ്ചിറ വിട്ടു പോരുതെന്ന് പറഞ്ഞു. നാലാഞ്ചിറ എന്ന് പറഞ്ഞാൽ മാറിവാനിസ് കോളേജിൽ നിൽക്കുന്ന സ്ഥലം. ഇനി ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതെ ഈ കോമ്പൗണ്ട് വിട്ടു പോകാൻ പാടില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. നിന്റെ ലോക സുവിശേഷവൽക്കരണം ഇതോടെ അവസാനിക്കുകയാണ്. 2 കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളിയിൽ എനിക്ക് എല്ലാ മാസവും ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതുൾപ്പെടെ എല്ലാം അവസാനിച്ചു. എനിക്കൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കോളേജ് പഠിപ്പിക്കുകയും ചെയ്യണം, മറ്റ് ചെയ്തുകൊണ്ടിരുന്ന ധ്യാനം ശുശ്രൂഷകളൊന്നുമില്ല. ഈ അതിരൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ അന്ന് ആ കാലത്ത് എന്നോട് പറഞ്ഞിരുന്നു. അതുൾപ്പെടെ എല്ലാം ക്യാൻസൽ ചെയ്തു, ആ വർഷത്തെ എല്ലാം. കാരണം എനിക്ക് അനുവാദമില്ല. അപ്പം അങ്ങനെ ഞാൻ കോളേജിലെ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം സന്ധ്യയ്ക്കാണ് ഞാൻ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്. സന്ധ്യയ്ക്ക് ഇങ്ങനെ ഹോസ്റ്റലിൽ വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, വൈകുന്നേരം എല്ലാം വെറുതെ പാഴായി പോവുകയാണല്ലോ, വൈകുന്നേരം ഒന്നും ചെയ്യാനില്ല, എന്നാലും എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ എൻ്റെ മനസ്സിൽ നടന്ന പ്രോസസ്സ് ഞാൻ പറയുകയാണ്. എൻ്റെ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. ഞാൻ കൊള്ളയ്ക്കും കള്ളത്തരത്തിനും അധാർമികതയ്ക്കും തട്ടിപ്പിനും അല്ലല്ലോ പോയത്, സുവിശേഷം പറയാനല്ലേ. പിന്നെ എന്തിനാണ് എന്നോട് പോകണ്ടെന്ന് പറയുന്നത്? രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, വെറുതെ ആയുസിൻ്റെ നല്ല സമയം പാഴാക്കി കളയുകയാണ്. പലവിധമായി ഇത്തരം ചിന്തകൾ വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മേലധികാരിയോട് അതൃപ്തിയും ഇഷ്ടക്കേടുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമുള്ള എല്ലാ കൃപകളും നഷ്ടപ്പെടും എന്ന് മനസ്സിലായൊരു മൊമെൻറ്റിൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെയുള്ള എൻ്റെ കൂട്ടുകാരനെ ഒരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്നു. കുമ്പസാരക്കൂട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാനത് ലാഘവ ബുദ്ധിയോട്ടാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ
അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടവും തോന്നിയില്ല. ഓരോ ദിവസം കഴിയുന്നവരും എൻ്റെ സങ്കടം കൂടിക്കൂടി വരികയാണ്. എനിക്ക് പിതാവിനോടൊരു വിഷമവും ഒരു പ്രയാസവും അല്പം ദേഷ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഞാൻ വല്ലാതെ എനിക്ക് എൻ്റെ ഉള്ള ആത്മീയത പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് എനിക്ക് ആ പിതാവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേടുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് ബഹുമാനം കൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഉള്ളിൽ അത് നല്ല ഇഷ്ടക്കേടാണ്. എനിക്കത് പറ്റുന്നില്ല, എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കർത്താവേ, ഇതെൻ്റെ പാവമാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കുമ്പസാരക്കൂട്ടിൽ പറയുമ്പോൾ, കുമ്പസാരക്കൂട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരൻ അച്ഛനിലൂടെ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഡാനിയലെ, നീ സ്നേഹിക്കുന്നത് യേശുവിനെയാണോ, യേശുവിന് വേണ്ടി ചെയ്യുന്ന ചില ശുശ്രൂഷകളെയാണോ? ചോദ്യം ഇതാണ്. ഡാനിയൽ, നീ സ്നേഹിക്കുന്നത് യേശുവിനെയാണോ, യേശുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നീ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളെയാണോ? എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ സ്നേഹിക്കുന്നത് യേശുവിനെയാണെങ്കിൽ യേശു അറിയാതെ ഒന്നും നിന്റെ മേലധികാരി നിന്നോട് പറയില്ലല്ലോ. യേശുവിന് വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാൻ നിനക്ക് താല്പര്യമുണ്ട്, നിനക്കതിനുള്ള ആഗ്രഹമുണ്ട്, അതിനുള്ള ആരോഗ്യമുണ്ട്, സമയമുണ്ട്. നീ അത് ചെയ്യാൻ കർത്താവിനോടൊരു യേശു പറഞ്ഞ ഒരാളുമാണ്. യേശു അത് നീ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്തിനാ ചെയ്യുന്നത്? എൻ്റെ മുമ്പിൽ വലിയ, ഞാൻ ഇതുവരെ കാണാത്ത വേറൊരു ലോകം തുറക്കപ്പെടുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ശരിയാ, യേശു വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഞാൻ ചെയ്യുന്നത്? യേശു വേണ്ടാന്ന് എൻ്റെ മേലധികാരിയിലൂടെ പറഞ്ഞു, അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നെ തകിടം മറിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്. നീ സ്നേഹിക്കുന്നത് എന്നെയാണോ, എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളെയാണോ? നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് 1000 തവണ പറയുമ്പോഴും നമ്മൾ ശരിക്കും അതിനെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് യേശുവിനെ അല്ല, നമ്മളെ തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു പാവപ്പെട്ട ഇടവകയിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചത്, 2 ബെഞ്ച് പള്ളിയിൽ നിന്ന് ഞാൻ എടുത്തോട്ടെ എന്നാണ്. നിനക്കെന്തിനാണ് പള്ളിയിലെ ബെഞ്ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, മഴ പെയ്യുമ്പോൾ എൻ്റെ വീട് ചോരും, വീടിനകത്തൂടെ വെള്ളം ഒഴുകും, കട്ടിലില്ല, നിലത്ത് പാവിരിച്ചാ കൊച്ചുങ്ങൾ കിടക്കുന്നേ, വെള്ളത്തിനകത്ത് എങ്ങനെയാച്ചാ കിടക്കുന്നേ, 2 ബെഞ്ച് തന്നാൽ അത് കൂട്ടിക്കെട്ടി ഒരു കട്ടിലാവും, കൊച്ചുങ്ങളെങ്കിലും നനയാതെ കിടക്കുമല്ലോ. എന്നെ അത് വല്ലാതെ മുറിവേൽപ്പിച്ചു. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ആ വീട്ടിലേക്ക് ചെന്നു. പറഞ്ഞത് സത്യമാണ്. ഒരു നിവൃത്തിയില്ല, ആരെങ്കിലും സഹായിച്ചെങ്കിലേ ഉള്ളൂ. സ്നേഹിതരോട് പലരോടും പറഞ്ഞു, ഒരു കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പണം കൊണ്ടും ബാക്കി കായികാധ്വാനം കൊണ്ടും പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെറുപ്പക്കാരുണ്ടെന്ന കൂട്ടത്തിൽ അവരോട് പറഞ്ഞു, നമുക്ക് കുറേ പണി നമുക്ക് ചെയ്യാം, സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അങ്ങനെ എല്ലാവരും കൂടെ ഈ വീട് കെട്ടുന്ന പണി ആരംഭിച്ചു. പണി ചെയ്യാത്തവന്മാർ പണി ചെയ്താൽ 10 ദിവസം കൊണ്ട് മടുക്കും. അപ്പോൾ എല്ലാവരും മടുത്തു. ഒരു ദിവസം ജോലിക്ക് വിളിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, വയ്യച്ചാ, വയ്യ, നടുവയ്യ, കൈ വയ്യ, കാല് വയ്യ, ഇനി കുറച്ച് ദിവസം കഴിയട്ടച്ചാന്ന് പറഞ്ഞു. പക്ഷേ ഈ വീട് പണി തീർക്കണം. കട്ട ഇറക്കി വെച്ചിരിക്കുന്നു, കുന്നിൻ്റെ മുകളിലാണ് വീട്, ചുമന്ന് മേളിലോട്ട് കയറ്റണം, കാശ് കൊടുത്ത് ജയിക്കാൻ പണമില്ല. അപ്പം ഞാൻ ഈ കുടുംബനാഥനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ദിവസം ഒരു 10 തവണ നിങ്ങൾ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയും താഴെ നിന്ന് മേളിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതല്ലേ, പോകുമ്പോൾ ഒരു കട്ട എടുത്തുകൊണ്ട് പോക്കോ, 10 കട്ട മേളിലെത്തുമല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛനിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ കട്ട മേളിലെത്തണം, അത് എത്തിച്ചാൽ പോരെ, മതി. എന്നാൽ അത് എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എല്ലാം ചുമന്ന് മേളിലെത്തിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് സന്തോഷമായി. പറഞ്ഞ് എന്നാൽ ആയിക്കോട്ടെന്ന് പറഞ്ഞ് വിടുമ്പോൾ അയാൾ പോണില്ല. പോകുന്നതിന് വരെ അയാൾ തല ഉറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ചുമന്നതിൻ്റെ കാശ് എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ ആലോചിക്കുകയാണ്, ഇനി എനിക്ക് തെറ്റിയതാണോ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ വീട് പണിയുവാണോ? ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലാംഗ്വേജ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തെറ്റിയതാണോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കൺഫ്യൂഷൻ. എടാ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. നിനക്കുള്ള വീടല്ലേ പണിയണേ, നിൻ്റെ കുഞ്ഞുങ്ങൾ നന കിടക്കാൻ? പറഞ്ഞു, അതെ. എന്നിട്ടാണോടാ നീ എന്നോട് കട്ട ചുമന്ന് എൻ്റെ കാശ് ചോദിക്കുന്നത്?
അപ്പം അയാൾ പറഞ്ഞു, അതല്ല ചാ, അത് എല്ലാവരും കൂടെ കൂടിയൊക്കെ ചെയ്തത്, അതിന് എനിക്കത് ആദ്യത്തെ അനുഭവമാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. ഞാൻ ഏതായാലും കുറച്ച് കാശ് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു, ഇനി ഈ പണി തീർന്ന് താക്കോല് നിൻ്റെ തരുന്നവരെ ആ വീടുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയും ചെയ്യാൻ നിനക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല, നീ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം എൻ്റെ അടുത്ത് പൈസയ്ക്ക് വരും. ഞാൻ പിന്നെ ഇയാൾ വിളിച്ചാൽ ഫോൺ എടുക്കാതായി. ഒരു ദിവസം അയാൾ തുടരെ വിളിച്ച് ഞാൻ ഫോൺ എടുക്കാതെ വന്നപ്പോൾ അയാൾ വേറൊരാളുടെ ഫോണിൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പള്ളിയിലെ കോളാമ്പിയിൽ പാട്ടിട്ടിരിക്കുകയാണ്. ചേട്ടന്മാരെല്ലാം വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ബഹളം കാരണം അവൻ പറഞ്ഞത്, ഈ കൊണ്ടുവന്ന പയ്യൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല, അച്ഛനുള്ള ഫോണാണെന്ന് തോന്നുന്നു, അച്ഛനെക്കുറിച്ചാണ് പറയുന്നത്, തിരിയുന്നില്ല, ബഹളം കാരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുത്തത് അവൻ അറിഞ്ഞില്ല, മറ്റവൻ്റെ കയ്യിലാണ് ഫോണെന്ന് വിചാരിച്ച് മലയാളത്തിലെ നല്ല അത്യുഗ്രൻ തെറികൾ അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ ചെവി വെക്കുമ്പോൾ കേൾക്കുന്നത്. ഞാൻ കേട്ടെന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. ഈ കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ തിരക്കാന്ന് പറഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മുറി വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര അരിശം വരാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഈ വഴിയെ പോകുന്ന തെറിയൊക്കെ ഞാൻ വെറുതെ കേൾക്കുന്നത്? ഞാൻ ഇവന് എൻ്റെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് കിട്ടുന്നതെല്ലാം കൂട്ടി വെച്ച് ഞാൻ ഇവൻ്റെ കൊച്ചുങ്ങൾ നനയാതെ കിടക്കാൻ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇവൻ്റെ തെറി കേൾക്കുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചു. എൻ്റെ മനസ്സിൽ കൂടെ വന്ന ചിന്തകൾ ഞാൻ പറയാം. ഇന്ന് തന്നെ പോയിട്ട് പണിഞ്ഞത്രയും ഒരു JCB കൊണ്ട് പോയി ഇളക്കി കളഞ്ഞിട്ട് നീ നിൻ്റെ പഴയ വീട്ടിൽ കിടന്നാൽ മതിയടാന്ന് പറയണം. ഞാനൊരു ചെറുപ്പക്കാരനാണ്, എനിക്ക് ഇത്തരം ചിന്തകളൊക്കെ വരും. രണ്ടാമത്തേത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലേ അത് വേണ്ട, ഈ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൊക്കെ കുറച്ച് നാളേ ഉള്ളൂ മാനസാന്തരപ്പെട്ടിട്ട്. ഇവന്മാർ ഹല്ലേലിയൊക്കെ പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. ഈ ഹല്ലേലിയ പറയുന്നതിന് മുമ്പ് മറ്റവൻ പറഞ്ഞതിനേക്കാളും നല്ല ഭാഷ പറയാൻ ഇവന്മാർക്ക് അറിയാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണർത്തി വിട്ടാൽ മറ്റേത് ആക്റ്റീവാവും. കയ്യോടെ ഇവനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇവൻ പറഞ്ഞതിന് 3 തെറി പറഞ്ഞാൽ 30 തെറി തിരിച്ച് പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ ആ തെറി കേൾക്കുമ്പോൾ കൊള്ളാവടം ചോദിച്ചിട്ട് വിടണം. അല്ലെങ്കിൽ അത് വേണ്ട, ഇവനെ വൈകുന്നേരം വിളിച്ചോണ്ട് വന്നിട്ട് ഇവനെ ടേബിളിൻ്റെ അടിയിലോട്ട് കയറ്റിയിട്ട് കസേരയെല്ലാം ചേർത്തിട്ട് ഇറങ്ങാൻ പറ്റാതെ എല്ലാവരും പിടിച്ചിട്ട് ഒരു കമ്പിട്ട് ഇവനെ ഇങ്ങനെ കുത്തി കളിക്കാം. എനിക്ക് ഭയങ്കര വൈരാഗ്യം വരികയാണ് ഇവനോട്. ഇവനിട്ട് 2 ഇടിയെല്ലാം കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അതുപോലെ എനിക്ക് വൈരാഗ്യം വരികയാണ്. രാത്രിയായി, ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. ഇന്നാണെങ്കിൽ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല, കാരണം തെറി കേട്ട് നല്ല പരുവപ്പെട്ടു. ഇപ്പം എന്ത് വന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥയിലായി. പണ്ടങ്ങനല്ല, ചെറിയ കാര്യം മതി അസ്വസ്ഥരാകും. അപ്പോൾ ആ സമയത്ത് എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഓർത്തു, ഇനി രാവിലെ കുർബാന അർപ്പിക്കണ്ടേ, ഞായറാഴ്ച ദിവസമാണ്. ഇവനോട് വൈരാഗ്യം വെച്ചോണ്ട് കുർബാനയല്ലുണ്ടേ, വലിയ കെണിയല്ലേ കർത്താവ് വെച്ച് തന്നെ. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ വിരോധം ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി എന്തായാലും ഒന്ന് കുമ്പസാരിച്ച് കളയാം. കുമ്പസാരിക്കാൻ തൊട്ടടുത്ത് അച്ഛന്മാരൊന്നും ഇല്ല. ഒരു 14 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അച്ഛൻ താമസമുണ്ട്. അച്ഛനായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ, തീരെ കൊച്ചച്ഛനാണ്. എന്നാലും വേണ്ടില്ല, പോയി കുമ്പസാരിക്കാമെന്ന് ഓർത്തിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛനോട് ഉണ്ടെന്ന് പറഞ്ഞു. വരട്ടെ കുമ്പസാരിക്കാൻ വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അച്ഛൻ പള്ളിയിൽ ഇരിപ്പുണ്ട്. ഞാൻ പോയി നിങ്ങളോട് ഈ വിവരിച്ചതെല്ലാം കുറേ കൂടി വൈകാരികമായി ഞാൻ വിവരിച്ചു. ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഈ കൊച്ചച്ഛൻ, അല്ല കർത്താവ്, കുമ്പസാരക്കുട്ടി എന്നൊരു ചോദ്യം ചോദിച്ചു. മോനെ, നീ പാവപ്പെട്ടവന് വീടെല്ലാം വെച്ച് കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? മറുപടിക്ക് എനിക്ക് ശങ്കിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടിയോ? കർത്താവിന് വേണ്ടിയാണെങ്കിൽ ഒരാൾ ഇത്രയും മുറിയേണ്ടതുണ്ടോ? അവിടെ ചോദിക്കുക, കർത്താവിന് വേണ്ടിയാണെങ്കിൽ ഒരാൾ ഇത്രയും മുറിയേണ്ടതുണ്ടോ? ദാനിയേലേ, നീ ഇതെല്ലാം ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം നീ പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ നീ വരുമ്പോൾ എഴുന്നേക്കുമെന്നും നിന്നെ കാണുമ്പോൾ നല്ലത് പറയുമെന്നും നിന്നെ അവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നും നീ ചെയ്ത നന്മ 10 പേരോട് പറയുമെന്നും ആജീവനാന്തം അവൻ നിന്നോട് കടപ്പാടുള്ളവനായി ജീവിക്കുമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നീ പ്രതീക്ഷിക്കുന്നുണ്ടടാ. നീ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന മഹാകാര്യമൊക്കെ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയൊന്നുമല്ല. 6 മാസമേ ഉള്ളൂ അച്ഛനായിട്ട്.
അപ്പം അച്ഛനല്ല പറയുന്നത്, കുമ്പസാരക്കൂട്ടിന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത മറ്റൊരോർമ്മ. കുമ്പസാരക്കൂട്ടിന്ന് ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാടാ, എന്നെയല്ല. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ്. ഒരുപാട് ആത്മീയ മനുഷ്യരുടെ വിഗ്രഹം മണ്ണ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹമല്ല, ചോരയും നീരുമുള്ള വിഗ്രഹമാണ്. അത് അവരവർ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് അവരവർ തന്നെയാണ്. ദൈവം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് നീയല്ല, ഞാനാണ്. നീ എന്നെ സ്നേഹിക്കണം, എന്നെ ആരാധിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നെ ആരാധിക്കണം. എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്നാം പ്രമാണം. ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മശോധനയ്ക്ക്, എനിക്ക് നിങ്ങൾക്ക് ആത്മശോധനയ്ക്കാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ പള്ളിയിൽ വരുന്നത് ഈജിപ്തിലെ ഇറച്ചിക്കഷണങ്ങളുടെ സ്വാദ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി, വഴിയൊരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നത്, കാനാൻ ദേശത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആത്മീയതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തകരാറ്, നമ്മൾ ദൈവത്തെ തേടുന്നുണ്ട്, പക്ഷെ ചോദിക്കണം എന്തിനു വേണ്ടി? മിനിമം ഈ നോമ്പെടുക്കുന്നതിനെ കുറിച്ച്, ഈ നോമ്പ് നീ എടുക്കുന്ന 50 ദിവസം, എന്താ നിന്റെ പർപ്പസ്? ഈ നോമ്പ് കഴിയുമ്പോൾ എന്താ നിയോഗം? ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ദൈവശക്തി വെളിപ്പെടുന്നത് കുറഞ്ഞു 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 വരും. ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവർ, തെറ്റിദ്ധരിക്കരുത് സിസ്റ്റേഴ്സ്, അച്ഛന്മാർ വിഷമിക്കരുത്. ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കാൻ പറ്റാത്ത എന്താ നമുക്ക്? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നേ. സുപ്പീരിയർ ഒരു കാര്യം പറയുമ്പോൾ വഴങ്ങിക്കൊടുക്കാൻ പറ്റാത്ത എന്താ? നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ പറയുന്നത്. അപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ്. നമ്മളിലെ നമ്മളെന്ന ദൈവത്തെ നമ്മൾ കൊന്നിട്ടില്ല. തോൽക്കാൻ വയ്യ, താഴാൻ വയ്യ, എളിമപ്പെടാൻ വയ്യ. വിഗ്രഹങ്ങൾ ഇങ്ങനെ നെബൂഖദ്നേസറുണ്ടാക്കിയ തങ്കപ്രതിമ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ടാണ് ഈ ജനതയോട് പറയുകയാണ്, ഈ വിശുദ്ധ ജനതയാണ്. വിശുദ്ധ ജനതയുടെ സ്റ്റിപ്പുലേഷൻസ് നമ്പർ 1, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. അത് മണ്ണും കല്ലും കമ്പിയും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്ക് ഒത്തിരി വിഗ്രഹമുണ്ട്. അവനവൻ തന്നെ വിഗ്രഹമാണ്, പണം വിഗ്രഹമാണ്, അധികാരം സ്ഥാനമാനങ്ങളൊക്കെ വിഗ്രഹമാണ്, നേട്ടങ്ങൾ ലോകം തരുന്ന സന്തോഷം വിഗ്രഹമാണ്. വിഗ്രഹങ്ങൾ ഏറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം കുറയും. കണ്ണടയ്ക്കാം, നമുക്ക് കർത്താവിന് സന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ ദൈവശക്തി വെളിപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഒന്ന് കണ്ണു തുറന്നേ. എന്നോടൊരു ചെറുപ്പക്കാരൻ പറയുമായിരുന്നു, അച്ഛാ, ഈ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല. ഏത് ആരാധന ചാപ്പലിലും പോയി നോക്ക്, അവിടെ 10-20 പേരുണ്ടാവും. ഏത് ധ്യാനകേന്ദ്രത്തിലും പോയി നോക്ക്, അവിടെ 10,000-2,000 പേരുണ്ടാവും. ഏത് പള്ളിയിലും നോക്ക്, അവിടെ ഇഷ്ടംപോലെ ആളുണ്ട്. ഇവിടെ ഈ നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല. പക്ഷെ ഈ നാട്ടിൽ കുറവുള്ള എന്തിനാണെന്നറിയാമോ? കുറവുള്ളത് വിശുദ്ധിക്കാണ്. വിശുദ്ധ ജനതയല്ല. വിശുദ്ധ ജനത ആവാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്തെന്നറിയാമോ? അവർ ദൈവത്തെ തേടിയത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാനല്ല, തങ്ങൾക്കിഷ്ടമുള്ള ഒരു ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കിട്ടാനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതക്രമം നമുക്കുണ്ടാവാനല്ല അവർ ദൈവത്തെ ആരാധിച്ചത്. ഞങ്ങൾക്കിഷ്ടപ്പെട്ട നേട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവാൻ ദൈവം ഒരു വഴി. കരങ്ങൾ ഉയർത്താം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ശക്തി പ്രകടമാകണം. കൂട്ടം വിട്ട ആടിനെ പോലെയാണ് ഞാൻ. അങ്ങയുടെ ദാസനെ തേടി അങ്ങ് വേഗം വരണം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കരബലം പ്രകടമാകണം. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കരങ്ങൾ ഉയർത്തി 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഉറക്കെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
ദൈവമേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, 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 ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ. ഞാൻ ദൈവത്തെ തേടുന്നത് എനിക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ? ദൈവത്തെ എൻ്റെ പരമപ്രധാനമായ സന്തോഷമായി ഞാൻ വിലമതിക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് നമ്മളോട് തന്നെ ചോദിക്കുന്നത്. ഒരു സങ്കീർത്തനം 137 സങ്കീർത്തനം, അതിൻ്റെ 5 വാക്യം, അല്ലെങ്കിൽ 1 മുതൽ വായിക്കാം. ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് അവിടെയുള്ള അലറി വൃക്ഷങ്ങളിൽ കിന്നരങ്ങൾ തൂക്കിയിട്ട് ജന്മനാടിനെ ഓർത്ത് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടവരുടെ ആവശ്യപ്രകാരം അവർ ഗീതങ്ങൾ ആലപിക്കുകയാണ്. വായിക്കാം. 137 സങ്കീർത്തനം, പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലറി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് വെച്ച് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? 5 ഉറക്കെ വായിക്കുക. ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ. ഇതാണ്, അതായത് ദൈവത്തെ, ജെറുസലേമിനെ, കാനാൻ ദേശത്തെ, നിത്യതയെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിനോട് ഒട്ടിപ്പോകട്ടെ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറന്നു പോകട്ടെ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. സന്തോഷം, ദൈവത്തിൽ സന്തോഷം വെച്ചിരിക്കുന്ന ഒരു ജനത, ആ ജനതയെ പരിഭ്രമിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ ആകുലപ്പെടുത്താനോ തോൽപ്പിക്കാനോ ആർക്കും കഴിയില്ല. അവരുടെ സന്തോഷം ദൈവത്തിലാണ്. അവർ സന്തോഷം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തെ കാണുന്നതാണ് അവരുടെ സന്തോഷം. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതാണ് അവരുടെ സന്തോഷം. ദൈവത്തെക്കുറിച്ചുള്ള വചനം വായിക്കുന്നതാണ് അവരുടെ സന്തോഷം. ഭൂമിയിലെ മറ്റേത് സന്തോഷത്തെക്കാളും അവർ വിലമതിക്കുന്നത് ദൈവത്തെയാണ്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയിൽ നിന്ന്, നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പിശാച് നമ്മൾ പോലും അറിയാതെ കവർന്നെടുത്തത് ഈ ദൈവത്തെ പ്രതി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ്. അത് നമ്മൾ ഇന്ന് പതുക്കെ പോയി. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഈജിപ്തിലെ സന്തോഷങ്ങൾ തരുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന്, എനിക്ക് ഈജിപ്തിലെ സന്തോഷം പെട്ടെന്ന് ആർക്ക് തരാൻ പറ്റും? അത് ഏത് സ്പിരിച്വാലിറ്റിക്ക് തരാൻ പറ്റും? അതിലേക്ക് മാത്രം നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ, നമ്മുടെ ഹൃദയം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ പറയാം. ഒരു പ്രാർത്ഥനയും ചൊല്ലാതെ നിങ്ങളുടെ ജീവിതം, ഒരു പ്രാർത്ഥനയെന്ന് ഞാൻ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും ചൊല്ലാതെ നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലും അനുഗ്രഹത്തിലും അഭിഷേകത്തിലും വലിയ നിലവാരത്തിലും ദൈവം കൈവെള്ളയിലെടുത്തുകൊണ്ട് നടക്കും. ഈ പറയുന്ന ഒരു പ്രാർത്ഥനയും ചൊല്ലണ്ട. ഞാൻ ആരാധനയുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളീ പറയുന്ന, അതായത് ഏത് പ്രാർത്ഥന ചൊല്ലിയാൽ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഒന്ന് രക്ഷപ്പെടാം, ഒരു പ്രാർത്ഥനയും ചൊല്ലണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന ഒരു ദൈവം അല്ല ബൈബിളിലെ ദൈവം.
നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ആ വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനൊന്നും വെറുതെ എനർജി കളയണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന് എനർജി കളയണ്ട. അതൊക്കെ ദൈവം കരുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. അല്പം കൂടി സമയം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒറ്റ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. അങ്ങനെ ഈ ജനം പറയുകയാണ്, ഞങ്ങൾക്ക് വാഗ്ദത്ത നാട് വേണ്ട, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. ഈ സമയത്ത് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഞാൻ നിങ്ങളെ വായിപ്പിക്കാത്തതാണ് മനഃപൂർവ്വം. കാരണം വായിച്ചാൽ ഇത് മുന്നോട്ട് നീങ്ങില്ല. അപ്പോൾ നാളെ മുതൽ ബൈബിൾ കൊണ്ടുവരാതിരിക്കരുത്. നാളെ ചിലപ്പോൾ മൊത്തം വായനയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വായിപ്പിക്കാത്തത്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഈജിപ്തിലേക്ക് നിങ്ങൾ ഈ മരുഭൂമിയിൽ കടന്ന് മരിക്കും. വന്യമൃഗങ്ങൾക്കിരയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 20 വയസ്സിൽ താഴെയുള്ളവരെ ഞാൻ കാനാൻ ദേശത്തെത്തിക്കും. അപ്പോൾ പെട്ടെന്നൊരു പശ്ചാത്താപം ഉണ്ടായി. തിരിച്ചടികൾ വരുമ്പോഴും വിഷമം വരുമ്പോഴും വേഗം ഉണ്ടാകുന്ന ഒരു അനുതാപമുണ്ട്. നല്ല അനുതാപമല്ല, അത് ആ സമയത്തേക്ക് ഒരു 15 ദിവസത്തേക്ക് ഉള്ളത്. അത് കഴിയുമ്പോൾ പിന്നെ പഴയ പോലാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുതാപം അത് പെട്ടെന്നുണ്ടായിട്ട് അയ്യോ തെറ്റുപറ്റിപ്പോയി സാറേ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ തിരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാനാൻ ദേശം തന്നെ മതി, ഇപ്പം തന്നെ അത് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയി. മലമുകളിലുണ്ടായിരുന്ന കാനാൻകാർ അവരെ അമ്പയെ പരാജയപ്പെട്ട് തുരത്തി ഓടിച്ചു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അതായത് ഒരു ഫേക്ക് റിപ്പൻഡൻസ് കൊണ്ടോ ഒരു ഫേക്ക് ദൈവസ്നേഹം കൊണ്ടോ ഒരു ശത്രുവിൻ്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വലിയ മോറൽ ഫോഴ്സായി, ഒരു വലിയ ആത്മീയ ശക്തിയായി സഭ ഈ നാട്ടിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ വിശുദ്ധ ജനതയായി നമ്മൾ മാറേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ മോറൽ ഫോഴ്സിൻ്റെ മുമ്പിൽ ആരും മുട്ടുമടക്കും. പിന്നെ അതിനു മുമ്പിൽ പ്രതിരോധമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം പറഞ്ഞ ഈ വിശുദ്ധ ജനത ദൈവത്തെ സ്നേഹിക്കുന്നു, കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് പറഞ്ഞ പ്രകാരം ജീവിക്കുന്നു, ദൈവം പറഞ്ഞ പ്രമാണങ്ങളെ വിലമതിക്കുന്നു, ദൈവം പറഞ്ഞ രീതിയിൽ ശത്രുക്കളോട് പ്രതികരിക്കുന്നു, സാഹചര്യങ്ങളോട് പെരുമാറുന്നു, ദൈവം പറഞ്ഞ വിധത്തിൽ പ്രതികരണം. അവിടെ ദൈവത്തിൻ്റെ സർവ്വസന്നാഹങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ദൈവം പറഞ്ഞു, ഈ ഫേക്ക് സ്പിരിച്വാലിറ്റി കൊണ്ട് നിങ്ങൾ കാനാൻ ദേശം പിടിച്ചെടുക്കത്തില്ല, നിങ്ങൾക്ക് ദൈവശക്തി ഉണ്ടാവില്ല. അങ്ങനെ അവർ തോറ്റു തുന്നം പാടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ മരുഭൂമിയിലൂടെ ഈ ജനം അലഞ്ഞു തിരിഞ്ഞ് അടുത്ത 40 വർഷം കൊണ്ട് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ജോഷുവായും കാലേബും ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. മോശ മരിച്ചിട്ടില്ല. കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് മോശയും അഹറോനും മിറിയാമും എല്ലാം മരിക്കും. ജോഷുവായും കാലേബും ഒഴികെ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ആളുകളും മരുഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 38 വർഷം കഴിഞ്ഞു. ഇനി അവർ കാനാൻ ദേശത്തേക്ക് കയറാൻ പോവാണ്. ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന സ്ഥലം മൊവാബ് സമതലം. അവർ മൊവാബ് സമതലത്തിൽ എത്തി. 38 വർഷം കഴിഞ്ഞു. അതായത് 2 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എത്ര വർഷത്തെ ഇടവേളയുണ്ട്? 38 വർഷം കഴിഞ്ഞു. ആദ്യത്തെ ജനറേഷൻ മുഴുവൻ നശിച്ചു. ഇപ്പോഴുള്ളത് അന്ന് 20 വയസ്സിൽ താഴെ ഉണ്ടായിരുന്ന കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവർക്ക് 50-60 വയസ്സ് അല്ലെ ഈ 38 വർഷം കഴിഞ്ഞുള്ള 38 മുതൽ മുന്നോട്ടുള്ള പ്രായമുള്ളവരായി ഈ ജനം അവിടെ ഉണ്ട്. പുതിയ ജനറേഷനാണ്. അപ്പോൾ ഇനി കാനാൻ ദേശത്തേക്ക് കയറാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ദിവസങ്ങൾ 1, 2, 3 ദിവസം നടന്നാൽ ഇവർക്ക് കാനാൻ ദേശത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ ജോർദാൻ കടന്നാൽ കാനാൻ ദേശമായി. മൊവാബ് സമതലത്തിലെത്തി. ഇനി ജോർദാൻ കടന്നാൽ കാനാൻ ദേശമായി. ഈ സമയത്ത് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പഞ്ചഗ്രന്ഥികളിലെ അവസാനത്തെ പുസ്തകം നിയമാവർത്തനം എന്നൊരു പുസ്തകം. ആ പുസ്തകം വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും, അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വായിക്കുമ്പോൾ മടുപ്പ് തോന്നും. കാരണം അതിൻ്റെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ
നേരത്തെ പുറപ്പാടിലും സംഖ്യയിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അതെന്തിനാണ് അങ്ങനെ വീണ്ടും പറഞ്ഞത്? ഉത്തരം, കാനാൻ ദേശത്തേക്ക് കയറാൻ പോവാണ്. തികച്ചും അപരിചിതമായ ഒരു ദേശത്തേക്ക് കയറാൻ പോവാണ്. ആ ദേശത്തിന്റെ പ്രത്യേകത, 3 ദേവന്മാരായിരുന്നു പ്രധാനികൾ. 1 ബാൽ, 2 അഷേര, 3 മൊളേക്ക്. ബാല് പ്രകൃതി ശക്തികളുടെ ദേവൻ. മഞ്ഞ്, മഴ, വെയിൽ, ഇടി ഒക്കെ ബാലിൻ്റെ ഡിപ്പാർട്ട്മെന്റാണ്. ബാല് പ്രസാദിച്ചാൽ മഴ പെയ്യും, ബാല് വിഷാദിച്ചാൽ വരൾച്ചയുണ്ടാവും. അതുകൊണ്ട് ബാലിനെ പ്രസാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ജനത. അഷേര ഫെർട്ടിലിറ്റി കൾട്ടാണ്. അതായത് ഭൂമി വിളവ് നൽകണമെങ്കിൽ അഷേരായെ പ്രസാദിപ്പിക്കണം. അതിന് ദേവദാസി സമ്പ്രദായവും പുരുഷവേശ്യ സമ്പ്രദായവും കാനാൻ ദേശത്തുണ്ടായിരുന്നു. ക്ഷേത്രത്തിലുള്ള ഗണികകളുമായി, പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായി ഭക്തർ വന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും, പുരുഷവേശ്യകളുണ്ട്, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവരുമായി സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ചെയ്ത് അഷേരായെ പ്രസാദിപ്പിച്ചാൽ ഭൂമി വിളവ് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന 5 ജനതകൾ, കാനാൻ ദേശത്തെ 7 ജനതകൾ. ഇനി 3ാമത്തെ ദേവന്റെ പേരാണ് മൊളേക്ക്. മൊളേക്ക് പ്രസാദിക്കണമെങ്കിൽ നരബലി, കുഞ്ഞുങ്ങളെ, ശിശുബലി നടത്തണം, കുഞ്ഞുങ്ങളെ ബലി കഴിക്കണം. ബെൻഹിന്നോം എന്ന് പേര് വിളിക്കുന്ന ഒരു താഴ്വര. ഈ താഴ്വരയിൽ മൊളേക്കിൻ്റെ ഭീമാകാരമായ ഒരു രൂപം. ഈ പ്രതിമ, വെങ്കലത്തിൽ തീർത്ത ഈ പ്രതിമ, അതിൻ്റെ 2 കൈകളും, മൊളേക്ക് 2 കൈകളും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന മൊളേക്കിൻ്റെ നീട്ടിപ്പിടിച്ച കൈകളുടെ അടിയിൽ തീയിട്ട് അത് ചുട്ടുപഴിപ്പിക്കും. പാത്രം പോലെ ഇങ്ങനെ കൈവിരിച്ച് പിടിച്ചു നിൽക്കുന്ന മൊളേക്കിൻ്റെ ഈ 2 കൈയുടെ അടിയിൽ തീയിട്ട് ചുട്ടുപഴിപ്പിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മൊളേക്കിനെ പ്രസാദിപ്പിക്കാൻ ഈ പഴുത്ത ചുട്ടുപഴിപ്പിച്ച കൈക്കകത്തേക്ക് വെക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി മൊളേക്കിനെ പ്രസാദിപ്പിക്കും. മനാസ എന്ന് പറയുന്ന ഒരു രാജാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. യോവാഷ് എന്ന് പറയുന്ന ഒരു രാജാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽക്കാർ തന്നെ മക്കളെ കൊണ്ടുപോയി മൊളേക്കിന്. അപ്പൊ ഈ വെന്ത് നീറുന്ന ഈ ചുട്ടുപഴുത്ത ഈ പാത്രത്തിനകത്തേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ ജീവന് വേണ്ടി കിടന്ന് പ്രാണ നിലവിളി ഉയർത്തുമ്പോൾ അത് കൊണ്ടുവന്ന അപ്പനോ അമ്മയോ കേൾക്കാതിരിക്കാൻ വലിയ പെരുമ്പറ പൂജാരിമാരടിച്ചുകൊണ്ടേയിരിക്കും. ആ പെരുമ്പറ ഒച്ചകൾക്ക് നടുവിൽ നേർത്ത് ഈ കുഞ്ഞിൻ്റെ നിലവിളികൾ ഇല്ലാതാവും. ഇതും ഇതിന് സമാനമായതുമായ 100 കണക്കിന് അധമപ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു നാട്ടിലേക്ക് ജനം കയറാൻ തുടങ്ങുകയാണ്. ഈജിപ്ത് പോലെയുമല്ല, വളരെ പ്രാകൃതവും കിരാതവും പ്രാചീനവും ബീഭത്സവും അധാർമികവുമായ ഒരു ജീവിതക്രമമുള്ള ജനതയുടെ നടുവിലേക്ക് ദൈവം കൊടുത്ത ഐഡന്റിറ്റിയുള്ള ഒരു ജനത കയറാൻ പോവാണ്. ശ്രദ്ധിക്കണം, കണ്ടംപററി റീഡിങ് ഒത്തിരി ഉണ്ട് ഇതിന്, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ നിയമാവർത്തന പുസ്തകം ഈ ജനതയ്ക്ക് അവിടെ പോയി ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി ജീവിക്കുന്നതിനുള്ള പരിശീലനം, ട്രെയിനിങ് കൊടുക്കുകയാണ് മോശ മോവാബ് സമതലത്തിൽ വെച്ച്. ആ ട്രെയിനിങ് ആണ് നിയമാവർത്തന പുസ്തകം. ആയുധ പരിശീലനമല്ല മോശ മോവാബ് സമതലത്തിൽ വെച്ച് നടത്തിയത്, മറിച്ച് കാറ്റക്കിസം ക്ലാസ് ആണ്. വേദപാഠം പഠിപ്പിച്ചു. ഈ കുട്ടികളെ, ഈ പുതിയ തലമുറയെ കയ്യിൽ ആയുധം വെച്ച് കൊടുത്തല്ല നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ നാട്ടിലെത്തി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെക്കുറിച്ച് ദൈവം വിഭാവനം ചെയ്ത ജീവിതക്രമം എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ കഥ നിങ്ങൾ അറിയണം. ഇത് ശ്രദ്ധിക്കണം. ഞാൻ ബൈബിൾ വായന പറയുമ്പോൾ രക്ഷാകര കഥ എന്ന് പറയുമ്പോൾ ഒത്തിരി ഭക്തര് എനിക്കെതിരെ കൊടി ഉയർത്തി. ഇത് കഥയാണോ? ഇത് സംഭവമല്ലേ?
കഥ, നരേറ്റീവ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഒരു നരേറ്റീവിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു നരേറ്റീവ്. എന്തുകൊണ്ട് ഈ നാട്ടിലെ ഒരു സാധാരണ ക്രിസ്ത്യാനി, ഒരു ചെറുപ്പക്കാരൻ വേറൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്നില്ല? എന്തുകൊണ്ട്? അവൻ്റെ തലയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമുക്ക് പറ്റിയതല്ല എന്ന് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ, ഒരു നരേറ്റീവ് അവൻ്റെ തലയിൽ കിടപ്പുള്ളത് കൊണ്ടാണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് കഥ? ബാലരമയിലെ ബാലമംഗളത്തിലെ മായാവിയുടെ കഥയെല്ലാം പറയുന്നത് നരേറ്റീവ്. അതായത് നമ്മൾ എന്തുകൊണ്ട് ചില പ്രത്യേക വിധത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ എന്താണ് നിങ്ങളെ ഒരാൾ വന്ന് തല്ലിയാൽ നിങ്ങൾ തിരിച്ചടിക്കാത്തത്? നിങ്ങൾക്ക് ഒരു 3 പേരെ തല്ലി വീഴ്ത്താനുള്ള ആരോഗ്യമുണ്ട്, എന്നിട്ട് നിങ്ങളെന്താ തിരിച്ചടിക്കാത്തത്? അങ്ങനെ തിരിച്ചടിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ, ഒരു നരേറ്റീവ് നിങ്ങളുടെ തലയിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ തിരിച്ചടിക്കാത്തത്. പറയുന്നത് മനസ്സിലാവുന്നോ എന്താ നരേറ്റീവ് എന്ന്? മോശ പറയുകയാണ്, ജനതകൾക്കുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് നമ്മുടെ കഥ. ആ കഥ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മറ്റ് കഥകളാൽ നിങ്ങൾ ആകർഷിക്കപ്പെടും. നിയമാവർത്തന പുസ്തകത്തിന്റെ പശ്ചാത്തലം മനസ്സിലായോ? നിങ്ങളുടെ കഥ, നിങ്ങളുടെ പിതാക്കന്മാരുടെ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. അത് നിങ്ങൾ അറിയണം. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആണും തമ്മിൽ കെട്ടി കുടുംബജീവിതം ആരംഭിക്കാമെന്ന് പറയുന്ന വേറൊരു നരേറ്റീവ് ശക്തമായിട്ട് വേറെ സ്ഥലത്തു നിന്ന് വരുമ്പോൾ ഈ നരേറ്റീവ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതാണ് ശരിയായ കഥ എന്ന് വിശ്വസിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കാനഡയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും ഇംഗ്ലണ്ടിലേക്കും UK-യിലേക്കും പിന്നെ അയർലൻഡിലേക്കും അമേരിക്കയിലും ഒക്കെ മക്കളെ വിടുമ്പോൾ അപ്പരമ്മമാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അവരവരോട് തന്നെ ചോദിക്കണം, ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നരേറ്റീവ് ക്ലിയറാണോ? നമ്മുടെ കഥ അവർക്കറിയാമോ? നമ്മളെ ദൈവം നയിച്ച വഴി അവർക്കറിയാമോ? അതുകൊണ്ട് ആയുധം കയ്യിൽ വെച്ച് കൊടുത്തല്ല, അജ്ഞാതമായ അധാർമികമായ ഒരു നാട്ടിലേക്ക് മോശ ഈ ജനതയെ നടത്തിയത് കാറ്റക്കിസം പഠിപ്പിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തിനാ ബൈബിൾ പഠിക്കേണ്ടത്, എന്തിനാ ബൈബിൾ പഠിപ്പിക്കേണ്ടത്? എൻ്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ അറിയണം. എന്താണ് എൻ്റെ കഥ? എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ മീഡിയയിലൂടെ വരുന്നത് വേറൊരു കഥയാണ്. സൈബർ ലോകം വിളമ്പിത്തരുന്നത് മറ്റൊരു നരേറ്റീവാണ്. സിനിമ വിളമ്പിത്തരുന്നത് വേറൊരു നരേറ്റീവാണ്. മറ്റ് മതങ്ങൾ വിളമ്പുന്നത് വേറൊരു നരേറ്റീവാണ്. ആ നരേറ്റീവ് വിശ്വസിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെട്ട് വരില്ല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ മോശ ജനത്തോട് പറഞ്ഞു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, മക്കളെ, മൊവാബ് സമതലത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി വീണ്ടും പറയുകയാണ്. നമ്മളെ നമ്മളാക്കുന്ന ആ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്. അതുകൊണ്ട് മോശ വീണ്ടും നിയമാവർത്തനത്തിൽ അതിനെ കാച്ചിക്കുറുക്കി ഒരു വാചകത്തിൽ ആക്കി പറയും. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഉറക്കെ വായിക്കുക. ഇസ്രായേലേ കേൾക്കുക. ഷമ്മ ഓ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്കുക. വായിച്ചേ. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. യഹോവയല്ലാതെ, ദൈവമായ കർത്താവല്ലാതെ നമുക്ക് സന്തോഷത്തിന് വേറൊരു കാരണം ഇല്ല, ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മളെ നമ്മളാക്കുന്ന ഘടകം. വായിക്കേ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ ഉപയോഗിക്കണം എന്നല്ല, ദൈവത്തിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ, അതിന് ഏറ്റവും ഉപയോഗപ്രദമായ പ്രാർത്ഥനകൾ കണ്ടുപിടിച്ച് ഊറ്റിയെടുക്കണം എന്നല്ല, ദൈവത്തെ സ്നേഹിക്കണം എന്നാണ്. സ്നേഹിക്കണം. കർത്താവ് എന്ന് പറഞ്ഞാൽ കണ്ണു നിറയണം. യേശുവിനെ കുറിച്ച് ലോകമറിയാൻ അകത്തൊരു തീ ഉണ്ടാവണം. യേശുവിനെ ആളുകൾ അറിയാത്തതിൽ ഒരു വേവുണ്ടാവണം. കർത്താവിനെ സ്നേഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലധികം പേരും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഗുണപ്രദമായ വല്ലതും കർത്താവിൽ നിന്ന് കിട്ടുമോ എന്നോർത്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്താണ്? ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ ജീവിക്കണം, വേറൊന്നുമില്ല. പുരോഹിത രാജ്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വിശുദ്ധ ജനം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. ആ സ്നേഹ പ്രകടനം വൈകാരികമായ പ്രകടനങ്ങളല്ല, ആചാരപരമായ പ്രകടനങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ ആ ദൈവം ഇങ്ങനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിനക്കെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല. എൻ്റെ ദൈവം ഇങ്ങനാണ് പറഞ്ഞിരിക്കുന്നത്. റേഞ്ച് മാറും, നമ്മുടെ നിലവാരം പിന്നെ വേറെയാ. ദൈവം പറഞ്ഞ വിധത്തിൽ ജീവിച്ച് സ്നേഹിച്ചാൽ പിന്നെ ദൈവമാണ് എല്ലാം നോക്കി നടത്തുന്നത്. യോഹന്നാൻ 15:14. യോഹന്നാൻ 15:14. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15 വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഒന്നുകൂടെ വായിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവത്തെ സ്നേഹിക്കാൻ എന്താ വഴി? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം. 1 യോഹന്നാൻ 5:3. 1 യോഹന്നാൻ 5:3. 1 യോഹന്നാൻ 5:3. ദൈവത്തെ 1 യോഹന്നാൻ 5:3. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നോ? അതായത് ദൈവത്തെ, ഈശോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആ എക്സ്പ്രഷൻ വരേണ്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ വിജയിക്കണമെന്നൊന്നുമില്ല, ശ്രമിക്കണം. നീ 100ൽ 100 കിട്ടണമെന്നൊന്നുമില്ല, നീ ശ്രമിക്കണം. അതായത് നിന്റെ മുമ്പിൽ ഒരു മാനദണ്ഡമുണ്ട്, എനിക്ക് ഇങ്ങനെ പെരുമാറാൻ അനുവാദമുള്ളൂ, കാരണം എൻ്റെ ദൈവം ഇങ്ങനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജഗടത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. ശത്രുവിനെ സ്നേഹിക്കണം. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ
നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. തിരിച്ചു വാ. നിയമാവർത്തനം 6:4. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിൻ്റെ മേലും എഴുതണം. കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് കൂടുതൽ നാളെ ചിന്തിക്കാം. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ തലം മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഐഡൻറ്റിറ്റിയെ ദൈവം ഡിഫൈൻ ചെയ്യുകയാണ്. നമ്മൾ ആരാണ്? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ലോകത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനം. 2, പുരോഹിത രാജ്യം. 3, വിശുദ്ധ ജനം. ഇനി ഈ ജനത വിശുദ്ധ ജനതയാവാൻ ദൈവം പ്രമാണങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലെ 1ാമത്തെ പ്രമാണം നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാവൂ. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. നമ്മളിൽ പലരുടെയും ദൈവം നമ്മൾ തന്നെയാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മളിൽ ദൈവശക്തി വെളിപ്പെടാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ദൈവത്തെ ഏക കർത്താവായി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിക്കുക, ദൈവം പറഞ്ഞ പ്രകാരം ജീവിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം. എഴുന്നേറ്റ് നിൽക്കാം.